ഹലോ ഫ്രണ്ട്സ്, മോഷൻ പ്ലെയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെക്ടേഴ്സിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? അവിടെ വെക്ടേഴ്സിനെ പറ്റിയുള്ള പ്രോബ്ലംസ് ചെയ്തു, അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം കേട്ടു. അങ്ങനെ വെക്ടേഴ്സിനെ സംബന്ധിക്കുന്ന A to Z കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സ്വന്തമായിട്ട് എഴുതി ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട് സെഷൻ ചോദിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കോൺസെപ്റ്റിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതിനെപ്പറ്റി ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന്. നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇതൊരു ഗ്രാഫ് പേപ്പറാണ് കുഞ്ഞുങ്ങളെ. ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ പറയും സാർ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട് അല്ലേ? ഞാനൊരു പോയിൻ്റ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ പോയിൻ്റാണ് പോയിൻ്റ് എ. ഇതാണ് നമ്മുടെ ഒറിജിൻ. അപ്പോൾ പോയിൻ്റ് എ സൂചിപ്പിക്കുന്ന ഒരു വെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാനാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്നും എയിലേക്ക് ഒരു വെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, ഒയിൽ നിന്നും നമ്മൾ ഒറിജിനിൽ നിന്നും എയിലേക്ക് വരയ്ക്കുന്ന ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഒറിജിനിൽ നിന്നും. ഇത് എവിടെ എൻഡ് ചെയ്യുന്നേ? നമ്മുടെ ആ പോയിന്റിലേക്ക്. സോ ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ എയുടെ പൊസിഷൻ വെക്ടറാണത് അല്ലേ? എ എന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് വരച്ചേക്കണേ. ഞാൻ വെക്ടർ പേര് കൊടുക്കാൻ പോവുകയാണ്. R1 വെക്ടറാണത്. എന്ത് വെക്ടറാണ്? R1 എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഞാൻ പറയും OA എന്ന വെക്ടർ, എന്താ O എന്ന വെക്ടർ? അതുകൊണ്ട് ഇതാണ് OA എന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു R1 ആണ്. അപ്പോൾ OA എന്ന് എഴുതാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങൾ R1 സൂചിപ്പിച്ചാൽ മതി. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഈ വെക്ടർ എത്രയാണെന്ന് അറിയണം. ഈ വെക്ടർ എത്രയാണെന്ന് അറിയണം. നമുക്കറിയാം, കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് വെക്ടറിനെ സൂചിപ്പിക്കാൻ നമുക്കറിയാം. കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഇവിടെ കോർഡിനേറ്റ് ഞാൻ പറയുകയാണ്, ഇത് 2, 3, 4 ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? 2, 3, 4 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എത്രയാണ്? 0, 0, 0 ആണ്. കണ്ടോ, ഇത് എക്സ് ആക്സ്, വൈ ആക്സിന് ഇസഡ് ആക്സ് ഉണ്ടെന്ന് കരുതുക. അപ്പം 3 ആക്സസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആണ് x2, y2, z2. ഇതെന്താണ്? x1, y1, z1. ഓക്കെ, സോ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ട്, 2 തരം പോയിന്റ്സ് ഉണ്ട്, അവിടെ കോർഡിനേറ്റ്സും ഉണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ R1 എന്ന വെക്ടറിനെ എഴുതണം. എങ്ങനെ എഴുതും നിങ്ങൾ? ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് വെക്ടറിനെ എഴുതേണ്ടതെന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടുത്തെ ഹെഡിൻ്റെ കോർഡിനേറ്റ് മൈനസ് ടെയിലിൻ്റെ കോർഡിനേറ്റ്. സോ ഞാൻ എക്സിനെ എഴുതാൻ പോവുകയാണ്. എക്സിനെ എങ്ങനെ എഴുതും? x2 മൈനസ് x1 ഐ ക്യാപ്പ്. കണ്ടോ, എക്സ് ആക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഐ ക്യാപ്പ് എന്ന് എഴുതും. പ്ലസ് അടുത്ത് പറഞ്ഞു തന്നേ y2 മൈനസ് y1 ഇൻറ്റു ജെ ക്യാപ്പ്. പ്ലസ് അടുത്ത് പറഞ്ഞു തന്നേ z2 മൈനസ് z1 ഇൻറ്റു കെ ക്യാപ്പ്. അപ്പോൾ എങ്ങനെ എഴുതും? R1 എന്ന വെക്ടർ എങ്ങനെ എഴുതും നിങ്ങൾ പറയും സാർ x2 എന്ന് പറഞ്ഞാൽ 2 ആണ്, x1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 2 മൈനസ് 0, 2 മൈനസ് 0 ഐ ക്യാപ്പ്. അടുത്ത് പറഞ്ഞു തന്നേ നിങ്ങൾ പറയും 3, ഇവിടെ എത്രയാണ്? 0. സോ 3 മൈനസ് 0 ജെ ക്യാപ്പ്. പ്ലസ് അടുത്ത് പറഞ്ഞു തന്നേ 4 മൈനസ് 0, 4 മൈനസ് 0 കെ ക്യാപ്പ്. ചേർത്ത് എഴുതി കഴിഞ്ഞാൽ പറയാം R1 വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ് പ്ലസ് 4 കെ ക്യാപ്പ്. കണ്ടോ, നമുക്ക് R1 എന്ന വെക്ടറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് B എന്ന പോയിൻ്റ്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആണ് 3, 1, 6, 3, 1, 6. അങ്ങനെയെങ്കിൽ ബിയുടെ പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ നമുക്ക് ബിയുടെ പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ബിയുടെ പൊസിഷൻ വെക്ടർ കണ്ടോ, ഇത് ആരുടെ പൊസിഷൻ വെക്ടറാ? ബിയുടെ പൊസിഷൻ വെക്ടറാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതും? ഞാൻ പറയുകയാണ് ഈ വെക്ടർ R2 ആണെന്ന് എഴുതിക്കും. ഇത് വെക്ടറാണ് R2 ആണ്. സോ R2ൻ്റെ വാല്യൂ പെട്ടെന്ന് പറഞ്ഞു തന്നേ R2 വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയും ഇതിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് ഇവിടുത്തെ കോർഡിനേറ്റ്സ്. സോ നമുക്ക് കിട്ടും 3 ഐ ക്യാപ്പ് പ്ലസ് ഇതിൻ്റെ കോർഡിനേറ്റ് മൈനസ് ഇതിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ കിട്ടും 1 ജെ ക്യാപ്പ് പ്ലസ് ഇതിൻ്റെ കോർഡിനേറ്റ് മൈനസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. എത്ര കിട്ടും? 6 കെ ക്യാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആരും കിട്ടി? R2ൻ്റെ വാല്യൂ കിട്ടി. സിമ്പിൾ അല്ലേ?
സോ ഒരു കോർഡിനേറ്റ് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ കഴിയും. എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ എന്താണെന്ന് ധാരണ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി മൂവ് ചെയ്യുക കുഞ്ഞുങ്ങളെ, ഒരു ബോഡി ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ എയിൽ നിന്നും അത് ബിയിലേക്ക് മൂവ് ചെയ്യുകയാണ്. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്തു. സോ ഇതൊരു വെക്ടറാണ്. ഈ വെക്ടർ പേരെന്താണ്? എയിൽ നിന്നും ബിയിലേക്ക് പോയ വെക്ടർ, വെക്ടർ എ ബി. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിലും അനുസരിച്ച് ഈ വെക്ടറും ഈ വെക്ടറും കൂട്ടുമ്പോൾ ആരെ കിട്ടും? ഈ വെക്ടറിനെ കിട്ടും. മനസ്സിലായോ? ട്രയാങ്കിൾ പറഞ്ഞ എന്താണ്? ട്രയാങ്കിളിലെ രണ്ട് സൈഡ് രണ്ട് വെക്ടേഴ്സ് ആയിരിക്കണം, സൈക്ലിക് ഓർഡർ വരയ്ക്കണം. ശരിയല്ലേ? ഈ വെക്ടർ നോക്ക്, R1 എന്ന വെക്ടർ, അടുത്ത വെക്ടർ എന്താണ്? AB എന്ന വെക്ടർ, അത് സൈക്ലിക് അല്ലേ? ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് വെക്ടറിൻ്റെ സൈഡ് കിട്ടുന്നുണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? AB പ്ലസ് വെക്ടർ R1 വിച്ച് ഈസ് ഈക്വൽ ടു ആരെ കിട്ടും? നമുക്ക് R2 എന്ന വെക്ടറിനെ കിട്ടും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ എ ബി ഇവിടെ ഇട്ടിട്ട് ഇതിനിവിടെ കൊണ്ടുപോകാം. സോ നമുക്ക് കിട്ടും, ഇവിടെ മായ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമുക്ക് എ ബിയെ കണ്ടുപിടിക്കണം. വെക്ടർ എ ബി എത്രയെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ പറയും, സർ അതെന്ന് പറയണത് എ ബി വിടുക, R1 ഇവിടെ കൊണ്ടുപോകുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ R2 മൈനസ് വെക്ടർ R1 ആണ്. നോക്കേ, ഇത് പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. എ ബി വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. മനസ്സിലായോ? ഈ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന വാക്ക് യൂസ് ചെയ്തില്ലെന്നേ ഉള്ളൂ, ആ ഒരു വേർഡ് യൂസ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് നോക്കാം, ഇതിന് വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം നമുക്ക്. സോ വെക്ടർ എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് വെക്ടർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറാണ്. പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് ആണ്. ഈ ഡെൽറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയണം ചേഞ്ച്. ആരെ ചേഞ്ച് ആണ്? ആറിൻ്റെ ചേഞ്ച്. നോക്ക്, പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് കണ്ടോ? പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് ആണ് എന്ത്? എ ബി എന്ന് പറയണത്. അപ്പം ഡെൽറ്റ കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ചേഞ്ച് ആണ്. ആരുടെ ചേഞ്ച് ആണ്? പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് ആണ് എ ബി എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യം മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? വെക്ടർ R2 എന്ന് വെക്ടർ നടക്കുന്നു, അതിൽ നിന്ന് ആരെ കുറയ്ക്കണം? R1 എന്ന വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യണം. ചെയ്താലോ? അപ്പോൾ 3ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യണം. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 i ക്യാപ്. മനസ്സിലായോ? ഈ കോർഡിനേറ്റിൽ നിന്നും ഇതിനെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 1 കിട്ടും. പ്ലസ് അടുത്തെന്താണ്? 1 മൈനസ് 3. കണ്ടോ? നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. നമുക്ക് എഴുതി പോവാം. അപ്പം പറയും 3 മൈനസ് 2 i ക്യാപ് പ്ലസ് അടുത്ത് പറഞ്ഞേ 1 മൈനസ് 3 j ക്യാപ് പ്ലസ് 6 മൈനസ് 4 k ക്യാപ്. കാര്യം മനസ്സിലായോ? വിച്ച് ഈസ് ഈക്വൽ നമുക്ക് കിട്ടും i ക്യാപ് മൈനസ് 2 j ക്യാപ് പ്ലസ് 2 k ക്യാപ്. കണ്ടോ? നമുക്ക് ആരെ കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനെ കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനെ കിട്ടി. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഇത്രയും മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനെ ഇങ്ങനെയും കണ്ടുപിടിക്കാം. നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം ആ രീതി ശരിയാന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ 2 പൊസിഷൻസ് ഉണ്ട്. ഇത് ഇനിഷ്യൽ പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെക്ടറിനെ എങ്ങനെ സൂചിപ്പിക്കണേ? ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, ഇവിടുത്തെ കോർഡിനേറ്റ്സ് മൈനസ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. നമുക്ക് നോക്കാം, ശരിയാണെന്ന് നോക്കാം. ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? 3. ഇവിടെ എത്രയാണ്? 2. സോ ഡിസ്പ്ലേസ് വെക്ടർ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് എ ബി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ എത്രയാണ്? 3. അതിൻ്റെ കോർഡിനേറ്റ്സിനെ ഇതിൻ്റെ കോർഡിനേറ്റ്സുമായിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 3 മൈനസ് 2 i ക്യാപ് പ്ലസ് 1 മൈനസ് 3 j ക്യാപ് പ്ലസ് 6 മൈനസ് 4 k ക്യാപ്. ഓക്കെ, സെയിം ആൻസർ കിട്ടിയില്ലേ? i ക്യാപ് മൈനസ് 2 j ക്യാപ് പ്ലസ് 2 k ക്യാപ്. സോ സെയിം ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ കോൺസെപ്റ്റാണ്. അതായത് ഡിസ്പ്ലേസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം? ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടറാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ?
അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ കണക്കുകളുണ്ട്, ആ കണക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ വീണ്ടും ഈ കോൺസെപ്റ്റിനെ ഉപയോഗിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് പൊസിഷൻ വെക്റ്റർ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്ടറിന്റെ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. മനസ്സിലായോ? ഹാപ്പി ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് റിലേറ്റീവ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. റിലേറ്റീവ് മോഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടതാണ് അല്ലേ? റിലേറ്റീവ് മോഷൻ 1 ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ കേട്ടതാണ്. അവിടെ നമ്മൾ കേട്ടത് എന്താണ്? ഒരു കാറുണ്ട്, ഇതൊരു കാറാണ്, ഈ കാർ ഇങ്ങനെ പോവുകയാണ്, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് VA ആണെന്ന് വിചാരിച്ചു. ഇനി മറ്റൊരു കാറുണ്ട്, ഇത് മറ്റൊരു കാറാണ്, ആ കാറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് VB ആണ്. ഇനി നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു കാർ കയറി ഇരിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കാറിൽ കയറിയിരുന്നു, A എന്ന കാറിൽ കയറിയിരുന്നു. A എന്ന കാറിൽ നമ്മൾ ആരെ വെലോസിറ്റിയെ പറ്റി സംസാരിക്കണേ? ബീൻ്റെ വെലോസിറ്റിയെ പറ്റി സംസാരിക്കണത്. സോ നമ്മൾ പറയും A എന്ന കാറിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പറയും വെലോസിറ്റി ഓഫ് B കാർ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ, അതാണ് A കാർ. മനസ്സിലായോ? വെലോസിറ്റി ഓഫ് B മൈനസ് വെലോസിറ്റി ഓഫ് A. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് സബ്ട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരികയാണെന്ന് വിചാരിച്ചു. ഈ കാറ് നമുക്ക് അടുത്ത കാറിനെ വരയ്ക്കാം. അടുത്ത കാറ് വരികയാണ്, ഉണ്ടോ? അടുത്ത കാറ്, ഈ കാർ ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്, അതിൻ്റെ വെലോസിറ്റിയാണ് VB. ഈ കാറ് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്, അതിൻ്റെ വെലോസിറ്റിയാണ് VA. സോ നമ്മൾ ഇവിടെ വീണ്ടും ഇവിടെ ഈ കാർ ഇരിക്കുകയാണ്, നമ്മൾ ഈ കാറിൻ്റെ വെലോസിറ്റി പറ്റി സംസാരിക്കാൻ പോവുകയാണ്. വെലോസിറ്റി ഓഫ് B കാർ വിത്ത് റെസ്പെക്ട് ടു A കാർ വിച്ച് ഈസ് ഈക്വൽ ടു VB മൈനസ് VA. സോ VA എന്താണ് കുഞ്ഞുങ്ങളെ? ബാക്കിലേക്കാണ്. സോറി, VA അല്ലല്ലോ, നമ്മൾ എവിടെ സംസാരിക്കുന്നത്? VBയെ പറ്റി സംസാരിക്കുന്നത്. VB എന്താണ്? നെഗറ്റീവാണ്. കാര്യം എന്താണ്? ബാക്കിലേക്കാണ് വരുന്നത്, ശരിയല്ലേ? VB എന്താണ്? നെഗറ്റീവാണ്. ഇതെന്താണ്? പോസിറ്റീവാണ്. ഇത് എങ്ങോട്ടാണ് പോണേ? ഇങ്ങോട്ട് പോവുകയാണ്. ഇതെന്താണ്? ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാനും വെറുതെ അങ്ങ് ആഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു അല്ലേ? നിങ്ങളാണെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ -1 എന്ന് പറഞ്ഞേനെ. അങ്ങനെ നിങ്ങൾ വെറുതെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാനും വെറുതെ അങ്ങ് ആഡ് ചെയ്യാനും ഡയറക്ഷൻ ഒന്നും പരിഗണിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. കാരണം എന്താണ്? ഇവിടെയാണെങ്കിൽ വെലോസിറ്റി വെക്ടേഴ്സ് എല്ലാം പാരലലാണ്, അല്ലെങ്കിലോ ആൻറ്റി പാരലാണ്. അപ്പോൾ ഒന്നുകിൽ വെലോസിറ്റി വെക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചപ്പോഴേ എല്ലാ കണക്കിലും എല്ലാ പ്രോബ്ലംസിലും അവിടെ എല്ലാം നമ്മൾ കണ്ടത് എങ്ങനെയാണ്? 2 കാർ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഒരു കാർ ഇങ്ങനെ പോകുന്നു, മറ്റേ കാർ ഇങ്ങനെ വരുന്നു. അവിടെയൊക്കെ 2 വെലോസിറ്റി കാറിൻ്റെ വെലോസിറ്റി വെക്ടേഴ്സ് എങ്ങനെയായിരുന്നു? ഒന്നുകിൽ പാരലായിരുന്നു, അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയായിരുന്നു? 0 ഡിഗ്രി ആയിരുന്നു. അല്ലെങ്കിൽ ആൻറ്റി പാരലായിരുന്നു, അവയ്ക്കിടെ ആംഗിൾ എത്രയായിരുന്നു? 180 ഡിഗ്രി ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിനെ വെറുതെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുകയോ വെറുതെ അങ്ങ് ആഡ് ചെയ്യുകയോ മതി. അവിടെ നമ്മൾ ഡയറക്ഷനെ പറ്റി പരിഗണിക്കേണ്ട ആവശ്യമേ വരുന്നില്ല, ശരിയല്ലേ? പക്ഷേ എപ്പോഴും ഇതേ കേസാണോ ഉണ്ടാവുക? എപ്പോഴും കാറുകൾ ഇങ്ങനെ മാത്രം സഞ്ചരിക്കുകയുള്ളൂ? അല്ല, കാറിന് വേണമെങ്കിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൂടെ? ഇതൊരു കാറാണെന്ന് വിചാരിച്ചോ, നമ്മൾ മുകളിൽ നോക്കുകയാണ്, ഇതൊരു കാറാണ്, കാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്. മറ്റൊരു കാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൂടെ? ഇവയ്ക്കിടയിൽ എന്തുണ്ട്? ഇപ്പോൾ ഒരു ആംഗിളുണ്ട്. അപ്പോൾ VA എന്ന കാർ ഇങ്ങനെ സഞ്ചരിച്ചു, അല്ലെങ്കിൽ VA വെലോസിറ്റിയിൽ കാർ ഇങ്ങനെ സഞ്ചരിച്ചു, VB വെലോസിറ്റിയിൽ മറ്റൊരു കാർ ഇങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിലും അവിടെയും റിലേറ്റീവ് വെലോസിറ്റി ബാധകമല്ലേ? നമ്മൾ A കാറിൽ നിന്ന് B കാർ നോക്കുകയാണ്. അപ്പോൾ B കാറിൻ്റെ വെലോസിറ്റി നമ്മൾ എന്തായിട്ടാണ് തോന്നുന്നത്? എത്രയാണ് നമ്മൾ തോന്നുന്നത്? അപ്പോൾ അതൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തിനെപ്പറ്റി സംസാരിക്കണം? റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനെ പറ്റി സംസാരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് 2 ഡയമെൻഷൻ്റെ കോൺസെപ്റ്റ് എന്താണ്. ഇവിടെയാണെങ്കിൽ X ആക്സിനും ചേഞ്ച് ഉണ്ട്, Y ആക്സിനും ചേഞ്ച് ഉണ്ട്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. ഇവിടെ വസ്തുക്കൾ സഞ്ചരിക്കുന്നത് പ്ലെയിനിലൂടെയാണ്. X ആക്സിൽ മാത്രമാണോ? അല്ല, X ആക്സിലും Y ആക്സിലും ഒക്കെ മോഷനുണ്ട്. X ആക്സിലും മോഷനുണ്ട്, Y ആക്സിലും മോഷനുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റിയെ പറ്റി പറയണത്, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷനെ പറ്റി സംസാരിക്കണത്? നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. ഇതാണ് നമ്മളെ കാറ്, കണ്ടോ? നമ്മളെ കാറാണ്, കാറിൻ്റെ വെലോസിറ്റിയാണ് ഇങ്ങോട്ട്. കാറിൻ്റെ വെലോസിറ്റിയാണ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇത് മറ്റൊരു കാറാണ്,
ഈ കാറിൻ്റെ വെലോസിറ്റിയാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഇത് എ കാറാണ്, ഇത് ബി കാറാണ്. ഞാൻ ഈ എ കാറിൽ ഇരിക്കുകയാണ്, നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഇവിടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കാറിലിരുന്ന് നമ്മൾ ബി കാറിനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണേ? ബി കാറിനെ നോക്കുമ്പോൾ ബി കാറിന് വെലോസിറ്റി ഉണ്ട്. നമ്മൾ പറയും നമുക്ക് വെലോസിറ്റി എന്ന് പറയുമോ? ഇല്ല. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് നമ്മൾ ഒബ്സർവറാണ്, നമുക്ക് വെലോസിറ്റി ഒന്നുമില്ല. നമ്മൾ പറയും നമ്മൾ അനങ്ങാതിരിക്കുകയാണ്, ബാക്കിയെല്ലാം മൂവ് ചെയ്യുകയാണ്, നമ്മളെ കാർ അനങ്ങാതിരിക്കുകയാണ്. ഒബ്സർവർ എവിടെയാണോ ഇരിക്കുന്നത് അത് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. അത് ഒറിജിനാണ്, അത് റെസ്റ്റാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണത്. എന്താണ്? എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഒബ്സർവർ ഇരിക്കുന്നത് കണ്ടോ, ഒബ്സർവർ എവിടെയാണോ ഇരിക്കുന്നത് അത് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. സോ നമ്മൾ റെസ്റ്റിലിരിക്കുകയാണ്. നമ്മൾ ആരെ പറ്റി പറയണേ? ഇവൻ്റെ വെലോസിറ്റി പറ്റി സംസാരിക്കാൻ പോവുകയാണ്. വെലോസിറ്റി ഓഫ് ബി കാർ വിത്ത് റെസ്പെക്ട് നമ്മൾ എ കാർ കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എൻ്റെ ഇക്വേഷൻ എന്താണ്? അതൊരിക്കലും മാറത്തില്ല, വി ബി മൈനസ് വി എ. പക്ഷേ ഇവിടെ എങ്ങനെയാ? ചുമ്മാ സബ്ട്രാക്ട് ചെയ്താൽ മതിയോ? പോരാ. ഇവിടെ എന്താണ്? വെക്ടർ എടുത്ത് സബ്ട്രാക്ട് ചെയ്യണം. അതെങ്ങനെയാണ് സാർ വെക്ടർ എടുത്ത് സബ്ട്രാക്ട് ചെയ്യണത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് വെക്ടർ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യണത്. സോ ഇത് വി ബി എന്ന വെക്ടർ ഉണ്ട് അല്ലേ? വി ബി എന്താണ്? ഇതാണ് വി ബി. നോക്ക്, ഇവിടുത്തെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞേ 3 ആണ്. 3 എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? എക്സ് ആക്സിലേക്കാണ്. സോ നമുക്ക് പറയാം വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എത്രയാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3യും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിലേക്കുമാണ്. അപ്പോൾ വെക്ടർ വി ബി വിച്ച് ഈസ് ഈക്വൽ ടു 3i മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇതിൻ്റെ മീനിങ് മനസ്സിലായോ? ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ആക്സിലേക്ക് പോകുകയാണ്. എത്ര സ്പീഡിലാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വി എൻ്റെ സ്പീഡ് പറഞ്ഞു തരാമോ? വി എൻ്റെ വെലോസിറ്റി പറഞ്ഞു തരാമോ? വി എൻ്റെ വെലോസിറ്റി എത്രയാണ്? നമുക്കറിയാം. എങ്ങോട്ടാണ്? വൈ ആക്സിലേക്ക്, പോസിറ്റീവ് വൈ ആക്സിലേക്ക്. കണ്ടോ, പോസിറ്റീവ് വൈ ആക്സിലേക്ക് എത്ര സ്പീഡാണ്? 5. സോ 5 പോസിറ്റീവ് വൈ ആക്സ് ജെ ക്യാപ് അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് വി എൻ്റെയും വി ബിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ട്. നമ്മളെവിടെ നോക്കാൻ പോവാണ്? ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ് വി എ എന്ന കാറിൽ നിന്നും നമ്മൾ ബിയുടെ വെലോസിറ്റി പറ്റി സംസാരിക്കാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര വെലോസിറ്റി തോന്നുന്നു ഇതിൻ്റെ വെലോസിറ്റി? നമുക്ക് നോക്കാം. ഇതിൻ്റെ വെലോസിറ്റി ആരാണ്? വെലോസിറ്റി ഓഫ് ബി ഇതാണ് 3i മൈനസ് വെലോസിറ്റി ഓഫ് എ എത്രയാണ്? 5j. കണ്ടോ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്താണ്? 3i മൈനസ് 5j ആണ്. അല്ല, വെറുതെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? 5ഉം 3യും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? ഇല്ല. രണ്ടും 2 ഡയറക്ഷനിലാണ്. ഇനിയാണെങ്കിൽ നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും മതി. റൂട്ട് ഓഫ് പറഞ്ഞേ 3² പ്ലസ് -5 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 9 പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 34. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡും കിട്ടി. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിൾ അല്ലേ? കിട്ടി. അതായത് നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഓഫ് ബി കാർ വിത്ത് റെസ്പെക്ട് ടു എ കാർ എത്രയാണ്? റൂട്ട് 34 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അല്ലാതെ വെറുതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പണ്ട് പറ്റുമായിരുന്നു, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വെറുതെ അങ്ങ് കൂട്ടി വെക്കുക അല്ലെങ്കിൽ വെറുതെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാൻ മതിയായിരുന്നു. പക്ഷേ ഇതത് പറ്റുമോ? ഇല്ല. രണ്ടും 2 ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനെ കൂടെ പരിഗണിക്കണം. ആ ഡയറക്ഷനെ കൂടെ പരിഗണിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വി ബിൻ്റെ വെലോസിറ്റി എഴുതി മൈനസ് വി എൻ്റെ വെലോസിറ്റി എഴുതി. അപ്പോൾ നമുക്കൊരു വെക്റ്റർ ഫോം കിട്ടി. ഉണ്ടോ? ഇതൊരു വെക്റ്റർ ഫോമാണ്. ഈ വെക്റ്റർ ഫോമിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ വെക്ടറിനെ പറ്റി എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ വെക്ടർ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് തോന്നുകയാണ് ഈ ബി കാർ എങ്ങനെ സഞ്ചരിച്ചിട്ട് തോന്നും? അതിങ്ങനെ പോകണം തോന്നുന്നു. നമുക്ക് നോക്കാം. എയിലിരുന്ന് കൊണ്ട് ഞാൻ ബി കാറിനെ നോക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ബി കാറിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. നമുക്ക് വരയ്ക്കാം. ആദ്യമേ നമുക്കത് വരയ്ക്കാം. നമ്മൾ എവിടെ നോക്കാൻ പോവുകയാണ്? എ കാറിൽ നോക്കാൻ പോവുകയാണ്. എ കാറിൽ നോക്കുകയാണ് എന്ത്? ബി കാറിൻ്റെ വെലോസിറ്റി പറ്റി, അതിൻ്റെ ഡയറക്ഷൻ നോക്കാൻ പോവുകയാണ്. സോ നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ബി കാർ വിത്ത് റെസ്പെക്ട് ടു എ കാറിൻ്റെ ഡയറക്ഷനാണ് വേണ്ടുന്നത്. നമുക്കതിൻ്റെ ഇക്വേഷൻ മനസ്സിലായി. എന്താണ്? വി ബി മൈനസ് വി എ ആണ്. അതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്? വെക്ടർ ഫോമിലാണ് എഴുതേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു വി ബിൻ്റെ വാല്യൂ നമുക്കറിയാം. വി ബിൻ്റെ വാല്യൂ എത്രയായിരുന്നു?
വി ബി വിച്ച് ഈസ് ഈക്വൽ ടു 3i ക്യാപ് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. സോ നമ്മൾ പറഞ്ഞു 3i ക്യാപ് മൈനസ് ഇത് എത്രയായിരുന്നു 5j ക്യാപ്. ഇത് നമുക്ക് വരച്ച് കണ്ടുപിടിക്കാം. സോ ഇത് വരയ്ക്കാമല്ലോ. എങ്ങനെ വരയ്ക്കും? 3i ക്യാപ് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. എന്താണ് 3i ക്യാപ് ഇങ്ങോട്ട് വരച്ചു അല്ലെ, എക്സ് ആക്സിലേക്ക് 3 വരച്ചു. ഇനി എന്താണ് ആ -5j ക്യാപ്, അതിൻ്റെ മീനിങ് എന്താണ്? -5 കണ്ടോ, -y ആക്സിലേക്ക് എത്രയാണ് 5. മനസ്സിലാവുണ്ടോ? എത്രയാണ് -5 ആണ്. ഏതാണ് +3, ഇതെന്താണ് -5 j ക്യാപ് y ആക്സിലേക്ക്. അങ്ങനെയെങ്കിൽ ഇതല്ലേ കുഞ്ഞുങ്ങളെ ഇതിന് ആൻസർ എന്ന് പറയണത് ശരിയാണോ? ഓക്കെ, നമുക്ക് ഇതിന് ഇങ്ങനെ മാറ്റി എഴുതി കൂടെ 3i ക്യാപ് പ്ലസ് -5j ക്യാപ്. സോ ഈ വെക്ടറും ഈ വെക്ടറും തമ്മിൽ ആഡ് ചെയ്യണം. ഈ വെക്ടറും തമ്മിൽ ഇതെന്താണ് -5 മൈനസ് ആണ് കേട്ടോ, ഇത് മൈനസ് ആണ്. എന്താണ് മൈനസ് ആണ്, -5j ക്യാപ് ആണ്. സോ ഈ വെക്ടറും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആരെ വെക്ടറിനെ കിട്ടും? ഈ വെക്ടറിനെ കിട്ടും. ഈ വെക്ടർ എന്താണ് അതെന്ന് പറയണത് 3i ക്യാപ് പ്ലസ് -5j ക്യാപ് ആണ്. ഇതെന്താണ്? അതാണ് വി ബി എന്ന് പറയുന്നത്. സോ വി ബി യുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഈ വെക്ടറിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും. സോ നമുക്ക് തോന്നും മറ്റേ കാറ് ബി കാറ് ഇങ്ങനെ സഞ്ചരിക്കുകയാണെന്ന് തോന്നും. കണ്ടോ, മനസ്സിലായോ? ഈ കാറ് നമ്മൾ എ നോക്കുകയാണ്, ബി കാറിനെ നോക്കുകയാണ്. ബി കാറ് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നതാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്, എയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് തോന്നുന്നത്. സിമ്പിൾ അല്ലേ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഇതേ കോൺസെപ്റ്റിൻ്റെ ധാരാളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? റിലേറ്റീവ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. സോ റിലേറ്റീവ് മോഷൻ 2 ഡയമെൻഷൻ്റെ കോൺസെപ്റ്റ് എന്താ ഞാൻ പറഞ്ഞു തന്നു. എന്താ കോൺസെപ്റ്റ്? ഇവിടെ 2 ബോഡി ഉണ്ട്. പണ്ട് നമ്മൾ പഠിച്ചത് 1 ഡയമെൻഷൻ ആയിരുന്നു. 2 ബോഡിയും ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എക്സ് ആക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വൈ ആക്സിലൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണോ? അല്ല. ഒരു ബോഡി എക്സ് ആക്സിലും മറ്റേ ബോഡി വൈ ആക്സിലും, അല്ലെങ്കിൽ ഒരു ബോഡി ഇങ്ങനെയും വേറെ ബോഡി ഇങ്ങനെയും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ്റെ കണക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? വിശദമായിട്ട് ഓരോ കോൺസെപ്റ്റും എടുത്ത് അതിൻ്റെ കണക്ക് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ പ്രോബ്ലം വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഐഡിയ കൂടുതൽ മനോഹരമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മോഷൻ പ്ലെയിൻ്റെ റിലേറ്റീവ് മോഷനെ പറ്റി ചർച്ച ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ മൂവ്സ് 30 മീറ്റർ ഡ്യൂ നോർത്ത്. അതിൻ്റെ മീനിങ് എന്താണ്? നോർത്തിലേക്ക് 30 മീറ്റർ പാർട്ടിക്കിൾ സഞ്ചരിച്ചു. ദെൻ 20 മീറ്റർ ഡ്യൂ ഈസ്റ്റ്, അതിനുശേഷം 20 മീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. ദെൻ 20√2 മീറ്റർ ഡ്യൂ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ 20√2 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ ദെൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി, അങ്ങനെയെങ്കിൽ ഈ പാർട്ടിക്കിൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നോർത്ത്, ഈസ്റ്റ്, അങ്ങനെ സൗത്ത് വെസ്റ്റ് അങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിൻ്റെ ഒരു പടം വരയ്ക്കണം. കണ്ടോ, നോർത്ത് സൗത്ത്, അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് വരയ്ക്കറിയാമല്ലോ. ഇനി നോക്കണം, നോർത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്? വൈ ആക്സിസ് ആണ്. സൗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ -y ആക്സിസ് ആണ്. ഈസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. വെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ -x ആക്സിസ് ആണ്. അപ്പോൾ വെക്ടർ ഫോർമാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് j ക്യാപ് ആണ്, y ആക്സിസ് ആണ് അല്ലേ. സൗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് -y ആക്സിസ് ആണ്. ഈസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. വെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ അത് -x ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ നൊട്ടേഷൻ അറിഞ്ഞിരിക്കണം. ഇനിയാണെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വെക്റ്റർ ഫോർമാറ്റിൽ എഴുതാൻ പോവുകയാണ്. കണ്ടോ, ഈ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ വെക്റ്റർ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നോക്കാം. 30 മീറ്റർ ഡ്യൂ നോർത്തിലേക്ക് 30 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? നോർത്തിലേക്ക് 30 മീറ്റർ. അപ്പോൾ നിങ്ങൾ പറയും, സർ അതിൻ്റെ മീനിങ് 30 മീറ്റർ എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്, j ക്യാപ് ആണ്. അത്ര എന്താണ്? മീറ്റർ ആണ്. മനസ്സിലായോ? ഇനി എന്ത് പറഞ്ഞു? ദെൻ അതിനുശേഷം അത് സഞ്ചരിച്ച് എന്താണ്? 20 മീറ്റർ ഡ്യൂ ഈസ്റ്റിലേക്ക് 20 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ സഞ്ചരിച്ചു, അടുത്ത വെക്ടർ ഫോർമാറ്റ് ആണ് 20 മീറ്റർ ഡ്യൂ ഈസ്റ്റിലേക്ക് i ക്യാപ് എത്ര സഞ്ചരിച്ചേ? 20 മീറ്റർ. സോ 20 മീറ്റർ i ക്യാപ്.
മനസ്സിലായോ? അടുത്തെന്താണ്? 20√2 മീറ്റർ ഡ്യൂ സൗത്ത് വെസ്റ്റ്. ശ്രദ്ധിക്കണം, സൗത്ത് വെസ്റ്റ്. അതിനിടയ്ക്ക് വേറെ ആംഗിൾ എല്ലാം പറഞ്ഞോ? ഇല്ല, ഒരു ആംഗിളും പറഞ്ഞിട്ടില്ല. സൗത്ത് വെസ്റ്റ് എന്ന് മാത്രമാണ് കണ്ടേക്കുന്നത്. അതിൻ്റെ മീനിങ് സൗത്ത് വെസ്റ്റ്, ഇതിന് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ, സൗത്ത് വെസ്റ്റ്. ഇത് ഫുൾ ആംഗിൾ എത്രയാണ്? 90 ആണ്. അപ്പോൾ എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും. കണ്ടോ, എത്രയാണ്? 45 ആണ്. അപ്പോൾ നമുക്ക് ഈ വെക്ടറിനോട് മാറ്റി വരയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ഈ വെക്ടർ എന്താണ്? ചരിഞ്ഞ വെക്ടറാണ്. അപ്പോൾ ചരിഞ്ഞ വെക്ടർ നമുക്ക് പെട്ടെന്ന് ഈ ഫോമാറ്റിലേക്ക് എഴുതാൻ കഴിയത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? വെക്ടറിനെ റിസോൾവ് ചെയ്യണം, 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കണം. എത്രയാണിത്? ഇത് 20√2 ആണ്. സോ ഇത് എത്രയാണ്? 20√2 ആണ്. ഞാനിതിനെ 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ വലിച്ചുകൊണ്ട് കീറാൻ പോവുകയാണ്. ഇത് എത്ര കുഞ്ഞുങ്ങളെ? ഇത് 45 ആണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം, ഒന്നുകിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. സോ ഞാൻ ഈ ആംഗിൾ എടുത്തു. അങ്ങനെ ഇത് കോസ് കമ്പോണൻ്റ് അല്ലേ? ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് അല്ലേ? ഇത് തീറ്റയ്ക്ക് അടുത്തിരിക്കുന്നത് കോസ് കമ്പോണൻ്റ് ആണ്, അപ്പുറത്തിരിക്കുന്നത് എന്താണ്? സൈൻ കമ്പോണൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ പറയും ഇത് 20√2 കോസ് 45 ആണ്. ഇതോ? ഇത് 20√2 സൈൻ 45 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എത്രയാണ് കണ്ടുപിടിക്കാം. സോ 20√2 കോസ് 45 എത്രയാണ്? അത് 1/√2 ആണ്. √2 ക്യാൻസൽ ആവും, നമുക്ക് ആൻസർ കിട്ടും 20. സോ എത്രയാണത്? 20 ആണ്. ഇത് എങ്ങോട്ട് ആക്ട് ചെയ്യണത്? അത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് മൈനസ് ഐ ക്യാപ്പ്. സോ നമുക്ക് അടുത്ത വെക്ടർ കിട്ടി. എത്രയാണ്? മൈനസ് ഐ ക്യാപ്പ്. 20 മൈനസ് ഐ ക്യാപ്പ്. അത്ര എന്താണ് കുഞ്ഞുങ്ങളെ? മീറ്റർ. അടുത്ത എന്താണ്? ഈ വെക്ടർ. ആ വെക്ടർ എടുക്കണ്ടേ? ഈ വെക്ടർ എങ്ങോട്ട് ആക്ട് ചെയ്യണേ? താഴേക്കാണ് ആക്ട് ചെയ്യണത്. നമുക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ 20√2 സൈൻ 45 എത്രയാണ്? അതും 1/√2 ആണ്. സോ √2 ക്യാൻസലായി, നമുക്ക് കിട്ടും 20. അതുകൊണ്ട് ആക്ട് ചെയ്യണത് താഴേക്കാണ് ആക്ട് ചെയ്യണത്, അതായത് എങ്ങോട്ട് ആക്ട് ചെയ്യണത്? മൈനസ് ജെ ക്യാപ്പ്. സോ നാലാമത്തെയാണ് താഴേക്ക് എത്ര ആക്ട് ചെയ്യുന്നത്? -20 ജെ ക്യാപ്പ്. അത്ര എന്താണ്? മീറ്റർ. സോ ഇത്രയുമാണ് സഞ്ചരിച്ചത്. ഇത്ര സഞ്ചരിച്ചു, ഇത് സഞ്ചരിച്ചു, ഇത് സഞ്ചരിച്ചു, ഇത് സഞ്ചരിച്ചു. ആകെ എത്ര സഞ്ചരിച്ചു? ഇതെല്ലാം ആഡ് ചെയ്താൽ മതി, പോരെ? നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതിനെ മായ്ച്ചു കളയാം. ഇതെല്ലാം കൊണ്ട് മായ്ച്ചു കളയാൻ പോവാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ചെയ്യുന്ന രീതി മനസ്സിലായോ? വളരെ വളരെ സിമ്പിൾ അല്ലേ? കുഞ്ഞു കാര്യങ്ങളാണ്. ജെ ക്യാപ്പിനെ ആഡ് ചെയ്യാതെ ആദ്യമേ 30 ജെ ക്യാപ്പ് ഉണ്ട്, -20 ജെ ക്യാപ്പ് ഉണ്ട്. സോ 30 ജെ ക്യാപ്പ് പ്ലസ് -20 ജെ ക്യാപ്പ്. ജെ ക്യാപ്പിൻ്റെ എത്ര കിട്ടും നമുക്ക് ആൻസർ? 10 ജെ ക്യാപ്പ് എന്ന് കിട്ടും. അടുത്തത് ഐ ക്യാപ്പിനെ ആഡ് ചെയ്യാം. 20 ഐ ക്യാപ്പ് പ്ലസ് -20 ഐ ക്യാപ്പ്. ശരിയാണോ? 20 ഐ ക്യാപ്പ് -20 ഐ ക്യാപ്പ്. എത്ര കിട്ടും ആൻസർ? 0 എന്ന് ആൻസർ കിട്ടും. സോ ഐ ക്യാപ്പ് ആൻസറിലുണ്ടോ? ഇല്ല. ആഡ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പ് പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ജെ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പറയും ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് 10 ജെ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ബോഡിയുടെ ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. അത് എങ്ങോട്ടാണ് പോയത്? വൈ ആക്സിലേക്കാണ് പോയത്, നോർത്തിലേക്കാണ് പോയത്. മനസ്സിലായോ? സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന ഈ ഡയലോഗിനെ എങ്ങോട്ട് മാറ്റണം? വെക്ടറിൻ്റെ ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരം കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. പേടിക്കണ്ട, നമ്മൾ ഇഷ്ടംപോലെ കണക്കുകൾ ഇങ്ങനെ പ്രോബ്ലംസിന് ചെയ്തുകൊണ്ടേയിരിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്ത് ഈ കോൺസെപ്റ്റ് തറവാക്കി തരും. ഓക്കെ, നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വെക്ടർ ഫോം. നമുക്ക് ഇവിടെയും ലാംഗ്വേജിനെ വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. സോ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെക്ടർ ഫോമിൽ എഴുതുന്നത്. ഫസ്റ്റ് ആണ് ഈ ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ തുടക്കം തന്നെ ആണെങ്കിൽ നമുക്ക് ഇത് വരയ്ക്കാം. ഇത് നോർത്താണ്, എന്താണ്? സൗത്താണ്. ഇങ്ങോട്ട് എന്താണ്? അത് ഈസ്റ്റാണ്, എന്താണ്? വെസ്റ്റാണ്. ഓക്കെ, ഇത് നമുക്ക് വരച്ചു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5 മീറ്റർ ഡ്യൂ ടു ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 5 മീറ്റർ, അതായത് ഈസ്റ്റിലേക്ക് 5 മീറ്റർ. എന്താണ്? 5 മീറ്റർ ഈസ്റ്റിലേക്ക് എക്സ് ആക്സിസ്. സോ ഐ ക്യാപ്പ് ഇത്രയും മീറ്റർ. കണ്ടോ? ഫസ്റ്റ് ആൻസർ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്.
അങ്ങനെയെങ്കിൽ ഇത് സ്വന്തമായിട്ട് ഇത് നോക്കി, വെസ്റ്റ് 10 മീറ്റർ വെസ്റ്റ് 37 ഡിഗ്രി സൗത്ത് എന്നാണ്ടോ. വെസ്റ്റ് സൗത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്താണ് വെസ്റ്റ് 37 ഡിഗ്രി സൗത്ത് എന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് നോക്കിയിരിക്കണം. നമ്മൾ ഡയറക്ഷൻ വരച്ച ശേഷം ഇത് നോർത്താണ്, സൗത്താണ്, ഈസ്റ്റാണ്, വെസ്റ്റാണ്. വെസ്റ്റിൽ നിന്നും കണ്ടോ, വെസ്റ്റിൽ നിന്നും എത്ര ഡിഗ്രി? 37 ഡിഗ്രി സൗത്തിലേക്ക്. വെസ്റ്റിൽ നിന്നും 37 ഡിഗ്രി സൗത്തിലേക്ക്. കണ്ടോ? അപ്പോൾ ഇത് എത്രയാണ്? വെസ്റ്റിൽ നിന്നും 37. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ 10 മീറ്റർ. സോ 10 മീറ്റർ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ചരിഞ്ഞ വെക്ടറിലെ കുഞ്ഞുങ്ങളെ, ചരിഞ്ഞ വെക്ടർ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ 2 കമ്പോണൻസ് ആയിട്ട് കീറി മുറിക്കണം. സോ ഇതിനെ കീറി മുറിക്കാമല്ലോ, 2 കമ്പോണൻസ് ആയിട്ട് കീറി മുറിക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കണം. ഞാൻ ഇതിനെ 2 ആയിട്ട് മുറിച്ചു. ഒരു കമ്പോണൻറ്റ് ഇത് കിട്ടും, മറ്റേ കമ്പോണൻറ്റ് ഇത് കിട്ടും. ശരിയാണോ? അപ്പോൾ ഇത് 37 ആണ്. അപ്പോൾ എന്താണ്? 10ൻ്റെ കോസ് കമ്പോണൻ്റ് ആണ് അല്ലേ? തീറ്റയ്ക്ക് അടുത്തിരിക്കുന്നത് കോസ് കമ്പോണൻ്റ് ആണ്. സോ 10ൻ്റെ കോസ് കമ്പോണൻറ്റ് 37. ഇതാണെങ്കിലോ 10ൻ്റെ സൈൻ കമ്പോണൻറ്റ് 37. സോ കോസ് 37 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനകത്താണെങ്കിൽ ഇത് 37 ആണെന്ന് വിചാരിക്കുമോ, ഇത് 53 ആയിരിക്കും. 53ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് 4 ആണ്. 37 ഓപ്പോസിറ്റ് കിടക്കുന്നത് 3 ആണ്. ഇത് 5 ആണ്. ഇനി പറഞ്ഞു തന്നേ കോസ് 37. സോ 10 ഇൻറ്റു കോസ് 37, അതായത് 37ൻ്റെ അഡ്ജസ്റ്റ് സൈഡ് എത്രയാണ്? 4 ആണ്. 4/5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 8 എന്ന ആൻസർ കിട്ടും. സോ 8 എങ്ങോട്ടാണ്? 8 ഇങ്ങോട്ടാണ്. ഉണ്ടോ? 8 ഇങ്ങോട്ടാണ്. സോ നമുക്ക് രണ്ടാമത്തെ ആൻസർ പറയാൻ പോവാണ്. 8 മൈനസ് ഉണ്ടോ, 8 മൈനസ് ഐ ക്യാപ്പ്. ഇങ്ങോട്ട് എത്രയാണ്? ഉണ്ടോ, ഇങ്ങോട്ട് മൈനസ് ഐ ക്യാപ്പ് ഇങ്ങോട്ടാണ്. എത്രയാണ്? 8. ഇത് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. 10 ഇൻറ്റു സൈൻ 37. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് 3 ഡിവൈഡ് ബൈ ഹൈപ്പോട്നോസ് എത്രയാണ്? 5 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന ആൻസർ കിട്ടും. 6 എങ്ങോട്ടാണ്? താഴേക്കാണ്. അത് എങ്ങോട്ടാണ്? താഴേക്കാണ്. അതായതാണ് മൈനസ് വൈ ആക്സിസ്, മൈനസ് ജെ ക്യാപ്പ്. സോ 6 മൈനസ് ജെ ക്യാപ്പ് എങ്ങനെ പറയും? മൈനസ് 6 ജെ ക്യാപ്പ്. മനസ്സിലായോ? സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ സ്വന്തമായിട്ട് എഴുതി നോക്കേ. 20 മീറ്റർ സൗത്ത് 53 ഡിഗ്രി ഈസ്റ്റ് എന്നാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് വായിക്കാം നമുക്ക്. ഇതിൻ്റെ മീനിങ് എന്താണ്? സൗത്തിലേക്ക് നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സൗത്തിൽ നിന്നും 53 ഡിഗ്രി ഈസ്റ്റിലേക്ക്. സോ സൗത്തിൽ നിന്നും 53 ഡിഗ്രി ഈസ്റ്റിലേക്ക്. എത്രയാണ്? സൗത്തിൽ നിന്നും 53 ഡിഗ്രി എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്ക്. മനസ്സിലായോ? ഇതാണ് വെക്റ്റർ. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 20 മീറ്റർ. സോ 20 മീറ്റർ ഇങ്ങനെയാണ് ആക്ട് ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ 2 കമ്പോണൻസ് ആയിട്ട് മുറിച്ചു. അപ്പോൾ എത്രയാണ്? 20യുടെ കോസ് കമ്പോണൻ്റ് ആണ് അല്ലേ? 20 കോസ് 53. എന്താണ്? 20 സൈൻ 53. സോ വീണ്ടും ട്രയാങ്കിൾ വരയ്ക്കാം. 37, 53, 4, 3, 5. ഓക്കെ, പറഞ്ഞേ. വിച്ച് ഈസ് ഈക്വൽ ടു 20 സൈൻ 53 ഓപ്പോസിറ്റ് സൈഡ് 4 ഡിവൈഡ് ബൈ ഹൈപ്പോട്നൂസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 16. അടുത്ത പറഞ്ഞേ 20 കോസ് 53. 53യുടെ കോസ് കമണ്ട് 3/5 ഇൻറ്റു 3/5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 12. സോ 12 എങ്ങോട്ടാണ്? താഴേക്കാണ്. താഴേക്ക് എന്താണ്? മൈനസ് ജെ ക്യാപ്പ്. സോ മൈനസ് 12 ജെ ക്യാപ്പ്. 16 എങ്ങോട്ടാണ്? അത് പോസിറ്റീവ് ആക്സ്, എക്സ് ആക്സിലേക്കാണ് അല്ലേ? അപ്പോൾ എന്താണ്? 16 ഐ ക്യാപ്പ്. സോ 16 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് 12 ജെ ക്യാപ്പ്. ഇതാണ് ആര്? ഇതിൻ്റെ മീനിങ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ ഫോർമാറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങളും തുടർന്നുള്ള കോൺസെപ്റ്റൊക്കെ പഠിക്കുവാൻ കഴിയത്തുള്ളൂ. ഓക്കെ ആണോ? സിമ്പിളല്ലേ? സിമ്പിളാണ്. സോ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ. എ മങ്കി റണ്ണിങ് ഇൻ എ ഗാർഡൻ 30 meter due north, then take 90 degree right turn and move 40 meter and finally climb on a tree of height 50 meter. Then the net displacement vector and its magnitude will be. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും വേണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം. ഓക്കെ, കണ്ടുപിടിക്കാം. സോ മങ്കി ആണെങ്കിൽ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? ഗാർഡനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് 30 meter ഡ്യൂ ടു നോർത്ത്. സോ നമുക്ക് ഇത് ഗാർഡൻ ആണെന്ന് എഴുതിക്കോ, ഇത് ഗാർഡൻ ആണ്, ഇത് നോർത്ത് ആണെന്ന് എഴുതിക്കോ, ഇത് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഇത് ഈസ്റ്റ് ആയിരിക്കും, എന്തായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യമാണെങ്കിൽ മങ്കി ഇങ്ങോട്ടാ മൂവ് ചെയ്തേ 30 meter ഡ്യൂ ടു നോർത്ത്. നോർത്തിലേക്ക് കണ്ടോ, നോർത്തിലേക്ക് 30 meter, ഇങ്ങോട്ട് 30 meter. അതായത് നമുക്ക് പറയാം നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. ഇങ്ങനെ വരച്ച് നോക്കി, ഇങ്ങനെ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. സോ നോർത്ത് എന്ന് പറഞ്ഞാൽ പറയണം ജെ ക്യാപ്പ്. സോ 30 meter നോർത്തിലേക്ക്. മനസ്സിലായോ? അതിനുശേഷം എന്ത് ചെയ്ത് then it take 90 degree right turn. ഇവിടെ ചെന്നിട്ട് റൈറ്റിലേക്ക് 90 degree ടേൺ ചെയ്തു. പിന്നെ എത്ര മീറ്റർ ഓടിയേ? 40 meter മൂവ് ചെയ്തു. അതായത് എക്സ് ആക്സിസിലേക്ക്, ഇത് എക്സ് ആക്സിസ് അല്ലേ, ഈസ്റ്റ് എക്സ് ആക്സിലേക്ക് എത്ര മൂവ് ചെയ്തേ? 40 meter മൂവ് ചെയ്തു. സോ നമ്മൾ പറഞ്ഞു 40 meter എങ്ങോട്ടാണ്? എക്സ് ആക്സിലേക്കാണ് മൂവ് ചെയ്തത്. മനസ്സിലായോ? അതിനുശേഷമോ ഫൈനലി ക്ലൈംസ് ഓൺ എ ട്രീ, ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ചെയ്തു. ഓക്കെ, ഇത് നോർത്ത്, അങ്ങോട്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതെല്ലാം ഒരു പ്ലെയിനിലാണ്. പിന്നെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അതെന്താണ്? സോ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് എല്ലാം ഓക്കെയാണ്. ഇത് ഇങ്ങോട്ട് എന്താണ്? അത് ഇസഡ് ആക്സിസ് ആണ്. കണ്ടോ, മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. കണ്ടോ, ഇങ്ങോട്ട് കയറി. എത്ര കയറിയേ? 50 meter. അതെന്താണ്? ഇസഡ് ആക്സിസ് ആണ്. സോ 50 ഇസഡ് ആക്സിസ് ആണ്. എന്ന് പറയണം കെ ക്യാപ്പ്. ഉണ്ടോ, ഇവിടെ ആദ്യമായിട്ട് കെ ക്യാപ്പ് വന്നല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ വെക്ടർ ഫോമാറ്റ് പറയാമല്ലോ. ഇതെല്ലാം കൂട്ടിവെച്ചേ. സോ ആദ്യം നമുക്ക് ഐ ക്യാപ്പിനെ പറയാം. 40 ഐ ക്യാപ്പ് പ്ലസ് 30 ജെ ക്യാപ്പ് പ്ലസ് 50 കെ ക്യാപ്പ്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. മനസ്സിലായോ? ഇനി എന്ത് വേണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് വേണം. റൂട്ട് ഓഫ് ഇതെല്ലാം മായ്ച്ച് കളയാം. റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ എത്ര കിട്ടും? റൂട്ട് 1600 പ്ലസ് 900 പ്ലസ് 25 2 0 എത്ര കിട്ടും? റൂട്ട് 50,000 വിച്ച് ഈസ് ഈക്വൽ ടു 50 √2. സിമ്പിളല്ലേ? അത്ര എന്താണ്? അത്രയും മീറ്റർ. വളരെ സിമ്പിളാണല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ തന്നിരിക്കുന്ന ഡയലോഗിനെ ആണെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം? വെക്റ്റർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ തന്നിരിക്കുന്ന ഈ ഡയലോഗിനെ ആണെങ്കിൽ, ആ സെൻറ്റൻസിനെ ആണെങ്കിൽ വെക്റ്റർ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് DPP കാണും, ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കോൺസെപ്റ്റ് മനസ്സിലാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായും ഡൗട്ട് സെക്ഷൻ ചോദിക്കണം. നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേർഡ്സ് ഈസ്റ്റ്. നോക്കൂ നിങ്ങളെ, പാർട്ടിക്കിൾ എങ്ങോട്ട് മൂവ് ചെയ്യാണ്? ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. നമുക്ക് വരയ്ക്കാം. ഇത് നോർത്താണ്, സൗത്താണ്, ഈസ്റ്റാണ്, വെസ്റ്റാണ് ഉണ്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണേ? ഈസ്റ്റിലോട്ടാണ് മൂവ് ചെയ്യണേ. സോ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. എത്ര മൂവ് ചെയ്തേ? വിത്ത് സ്പീഡ് 20 meter/second. സോ ഇങ്ങോട്ട് മൂവ് ചെയ്ത സ്പീഡാണ് 20 meter/second. സോ നമുക്ക് പറയാം ഇങ്ങോട്ടാണ് മൂവ് ചെയ്തേ. അതിൻ്റെ വെക്ടർ ഫോം എങ്ങനെ പറയും? എക്സ് ആക്സിലേക്കാണ് മൂവ് ചെയ്തത് അല്ലേ. എത്രയാണ്? 20 I cap meter/second ഫോർ 10 സെക്കൻഡ്. നമുക്ക് സമയം എത്രയാണ്? നമുക്ക് T1 എന്ന് പറയാം. അതിനാവശ്യമായ സമയമാണ് 10 സെക്കൻഡ്.
then takes 90 degree left turn. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. കണ്ടോ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. എത്ര ടേൺ ചെയ്തേ? 90 ഡിഗ്രി ടേൺ ചെയ്തു. സോ 90 ഡിഗ്രി ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്തു. കണ്ടോ, ഇങ്ങോട്ട് ടേൺ ചെയ്തു. moves with the same speed for same time t which is equal എത്രയാണ്? 10 സെക്കൻഡ്. സോ ഇങ്ങോട്ടുള്ള വെലോസിറ്റി എത്രയാണ്? അതും 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തവൻ? ഇങ്ങോട്ട് മൂവ് ചെയ്തു. പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു അല്ലേ? അപ്പം അതിൻ്റെ വെക്ടർ ഫോം പറഞ്ഞേ, 20 j ക്യാപ്പ്. ഉണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ജെ ക്യാപ്പ് അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് സമയം പറയാം, t2 which is equal to അതും 10 സെക്കൻഡ് തന്നെയാണ്. ഇറ്റ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആൻഡ് ആവറേജ് ആക്സലേഷൻ വിൽ ബി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചേഞ്ച് ഇൻ വെലോസിറ്റി വേണം. കുഞ്ഞുങ്ങളെ, എവിടെ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. സോ ഫൈനൽ എത്രയാണ്? ആദ്യം ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി. സോ ഇതാണ് ഫൈനൽ. സോ 20 ജെ ക്യാപ്പാണ് ഫൈനൽ, മൈനസ് ഇനിഷ്യൽ എന്താണ്? ഇതാണ് ഇനിഷ്യൽ. 20 ഐ ക്യാപ്പാണ് ഇനിഷ്യൽ. സോ അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. മനസ്സിലായോ? സോ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയണം ഫൈനൽ മൈനസ് ഇനിഷ്യൽ. നമുക്കറിയാം ഫൈനൽ എന്താണ്? ഇതാണ് ഫൈനൽ എന്ന് പറയുന്നത്. 20 ജെ ക്യാപ്പാണ് ഫൈനൽ, മൈനസ് ഇനിഷ്യൽ എന്താണ്? ഇതാണ് ഇനിഷ്യൽ. എത്രയാണ്? 20 ഐ ക്യാപ്പാണ് ഇനിഷ്യൽ. സോ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. ആ ഭാഗം കഴിഞ്ഞല്ലോ. അടുത്തെന്താണ്? ആവറേജ് ആക്സലറേഷൻ. എന്താണ് കണ്ടുപിടിക്കണം? ആവറേജ് ആക്സലറേഷൻ. സോ ആവറേജ് ആക്സലറേഷൻ ആവറേജ് അതിന് ഇക്വേഷൻ അറിയാമോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് ആക്സലറേഷൻ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് എത്രയാണ്? 20 ജെ ക്യാപ്പ് മൈനസ് 20 ഐ ക്യാപ്പ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇങ്ങോട്ട് പോകാൻ 10 സെക്കൻഡ് ആവശ്യമുണ്ടായിരുന്നു. ആകെ എത്രയാണ്? ടോട്ടൽ 20 ആണ് അല്ലേ? 10 + 10. ഇത് 10 ആണ്, ഇതും 10 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് എഴുതാം. 20 ജെ ക്യാപ്പ് ഡിവൈഡ് ബൈ 20. കാര്യം ഈ 20 ഇവനും ബാധകമാണ്, ഈ 20 ഇവനും ബാധകമാണ്. മൈനസ് 20 ഐ ക്യാപ്പ് ഡിവൈഡ് ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു ജെ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് എന്ന് വരും. ശരിയാണോ? ജെ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ്. അതാണ് ആവറേജ് ആക്സലറേഷൻ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിലോ? നമുക്ക് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മാറ്റി എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് ആക്സലറേഷൻ. അപ്പോൾ ആവറേജ് ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് പിടിക്കാൻ പോവുകയാണ്. ആവറേജ് ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വാല്യൂ എത്രയാണ്? ജെ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് ആണ്. സോ റൂട്ട് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു √2. യൂണിറ്റ് പറഞ്ഞേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വെക്റ്റർ ഫോർമാറ്റിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കുറേ കണക്ക് ചെയ്തതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസേഴ്സും കിട്ടും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. കാർ എ ഈസ് മൂവിങ് വിത്ത് സ്പീഡ് 10 km/h എലോങ് ഈസ്റ്റ്. സോ എ എന്ന കാറിൻ്റെ സ്പീഡ് എത്രയാണ്? വെലോസിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു 10 km/h എലോങ് ഈസ്റ്റ്. നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നോർത്താണ്, ഇത് സൗത്താണ്, ഇത് ഈസ്റ്റാണ്, ഇത് വെസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എ മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? 10 km/h. എങ്ങനെയാണ്? ഈസ്റ്റിലേക്കാണ്. അതായത് ഐ ക്യാപ്പ് എന്ന് എഴുതും. കണ്ടോ? യൂണിറ്റ് പറഞ്ഞേ km/h. ഇനിയാണെങ്കിൽ കാർ ബി ഈസ് മൂവിങ് വിത്ത് സെയിം സ്പീഡ് എലോങ് നോർത്ത്. കണ്ടോ? കാർ ബി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അത് നോർത്തിലേക്കാണ്. സെയിം സ്പീഡാണ്. എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ഫൈൻഡ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. ശരിയാണോ കുഞ്ഞുങ്ങളെ?
വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ എത്രയാണ്? ഇതാണ് വെലോസിറ്റി ഓഫ് എ, അതാണ് 10 ഐ ക്യാപ്പ് എന്ന് പറയും നിങ്ങൾ. മൈനസ് അതുപോലെ എഴുതണം. കണ്ടോ വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? അത് 10 ജെ ക്യാപ്പ് ആണ്. കണ്ടോ അത്ര എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി വേണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 10ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 10ൻ്റെ സ്ക്വയർ ചെയ്യാമല്ലോ. റൂട്ട് ഇത് 100 വരും, ഇത് 100 വരും, റൂട്ട് 200 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 100 പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 10 പുറത്തെടുക്കും റൂട്ട് 2, 10 റൂട്ട് 2 എന്ന് കിട്ടും. മനസ്സിലാവുണ്ടോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. യൂണിറ്റ് പറഞ്ഞേ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു പറഞ്ഞേ. ആദ്യമേ വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ആൻസർ ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. സോ നമുക്ക് കണ്ടുപിടിക്കാം വെലോസിറ്റി ഓഫ്, അത് മായ്ക്കണ്ട, അപ്പുറം തന്നെ ചെയ്യാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സർ അത് വി ബി മൈനസ് വി എ എന്ന് പറയും. സോ വി ബിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലേ? എത്രയാണത്? 10 ജെ ക്യാപ്പ് ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് എ എത്ര കുഞ്ഞുങ്ങളെ? അത് 10 ഐ ക്യാപ്പ് ആണ്. യൂണിറ്റ് പറഞ്ഞേ നിങ്ങൾ പറയും സർ ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞേ വെലോസിറ്റി ഓഫ് ബി എയുടെ മാഗ്നിറ്റ്യൂഡാണ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും മതി അല്ലേ? 10ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 10ൻ്റെ സ്ക്വയർ എത്ര കിട്ടും? ഇതേ സെയിം ആണ്, 10 റൂട്ട് 2 എന്ന് കിട്ടും. അത്ര എന്താണ്? കിലോമീറ്റർ പെർ അവർ. ഇപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നിങ്ങൾ വെക്ടർ ഫോം എഴുതിയപ്പോഴത്തേക്കും വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയും വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയും ഈക്വൽ ആയിട്ടാണോ പറഞ്ഞേ? അല്ല. നോക്ക്, ഇവിടെ എന്താണ്? 10 ഐ ക്യാപ്പ് മൈനസ് 10 ജെ ക്യാപ്പ് ആണ്. ഇവിടെ നേരെ തലതിരിഞ്ഞു, 10 ജെ ക്യാപ്പ് മൈനസ് 10 ഐ ക്യാപ്പ് എന്നായി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണെന്ന് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനിയാണെങ്കിൽ മറ്റൊരു കാര്യം മനസ്സിലായി. നോക്ക്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയുടെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയുടെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? അത് സെയിം ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കാര്യം മനസ്സിലായോ? സോ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്, എ മാൻ ഈസ് ഡ്രൈവിംഗ് ഹിസ് കാർ വിത്ത് വെലോസിറ്റി 10 km/h ഡ്യൂ ഈസ്റ്റ്. സോ കാറിൻ്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് കാർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മനസ്സിലായി 10 km/h ഡ്യൂ ഈസ്റ്റ് എന്നാണ് കുഞ്ഞുങ്ങളെ. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീണ്ടും വരയ്ക്കും ഇങ്ങനെ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. സോ ഈസ്റ്റിലേക്ക് എത്രയാണ്? 10 km. അത് ഐ ക്യാപ്പ് എന്നല്ലേ പറയണ്ടേ? ഈസ്റ്റിലേക്ക് ഐ ക്യാപ്പ് എന്ന് പറയും. നമുക്കറിയാം അല്ലേ? എത്ര എന്താണ്? കിലോമീറ്റർ പെർ അവർ ആണ്. അടുത്തെന്താണ്? എ ട്രെയിൻ അപ്പിയേഴ്സ്. നമുക്ക് ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിൻ്റെ സ്പീഡൊന്നല്ല, എ ട്രെയിൻ അപ്പിയേഴ്സ് ടു ഹിം മൂവിങ് അലോങ് നോർത്ത് വിത്ത് എ വെലോസിറ്റി 10/3 km/h. അതായത് ഇദ്ദേഹത്തിന് തോന്നിയത്, കാറിൽ നിന്ന് ഈ ഡ്രൈവറിന് തോന്നിയത് എന്താണ്? ട്രെയിൻ എങ്ങോട്ട് പോകുന്നതായിട്ട്? അത് നോർത്തിലേക്ക് പോകുന്നതായിട്ട്. അതിൻ്റെ സ്പീഡ് എത്രയാണ്? 10/3 km/h എന്ന സ്പീഡിൽ നോർത്തിലേക്ക് പോകുന്നതായിട്ട് അപ്പിയർ ചെയ്തെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മീനിങ് എന്താണ്? ആക്ച്വൽ സ്പീഡാണോ? അല്ല, അത് റിലേറ്റീവ് സ്പീഡാണ്. സോ അപ്പിയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വാക്ക് കണ്ടാൽ മനസ്സിലാകണം അത് റിലേറ്റീവ് സ്പീഡാണ്. ആരുടെയാണ്? ട്രെയിനിൻ്റെ റിലേറ്റീവ് സ്പീഡാണ്. വിത്ത് റെസ്പെക്ട് ടു ആരാ കണ്ടത്? കാറുകാരൻ. സോ ട്രെയിനിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു കാർ. സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്താം. വെലോസിറ്റി ഓഫ് ട്രെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് കാർ അല്ലേ? എത്രയാണ് കണ്ടത്? വിച്ച് ഈസ് ഈക്വൽ ടു 10/3. അത് എങ്ങോട്ടാണ് പോയത്? നോർത്തിലേക്കാണ്. അതായത് ജെ ക്യാപ്പ് അത്ര എന്താണ്? km/h. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ദെൻ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിൽ ബി. അങ്ങനെയെങ്കിൽ ട്രെയിനിൻ്റെ ആക്ച്വൽ വെലോസിറ്റി എത്രയാണ്? ഇതാണ് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ട്രെയിൻ. അത് എത്രയെന്നാ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവരാം.
സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ ഇതിവിടെ കൊണ്ടുവരുമ്പോൾ ഈ പ്ലസ് ആയിട്ട് മാറത്തില്ലേ, പ്ലസ് വെലോസിറ്റി ഓഫ് കാർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും വെലോസിറ്റി ഓഫ് ട്രെയിൻ. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ ട്രെയിൻ അപ്പിയേഴ്സ് ഹിം മൂവിങ് എലോങ് നോർത്ത് വിത്ത് എ വെലോസിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കാറുകാരന് തോന്നി എന്താണ് ട്രെയിൻ നോർത്തിലേക്ക് സഞ്ചരിച്ചെന്ന്. അതായത് തന്നിരിക്കുന്ന എന്താണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ. കാറുകാരന് തോന്നി ട്രെയിനിൻ്റെ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്തൂടെ തന്നെ. ഇതിന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി, വെലോസിറ്റി ഓഫ് ട്രെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് കാർ തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത്? നോർത്തിലേക്കാണ് പോയത്, അതായത് ജെ ക്യാപ്പ്. മനസ്സിലായോ? നമുക്ക് എന്താണ് വേണ്ടുന്നത്? ആക്ച്വൽ വെലോസിറ്റി, ട്രെയിനിൻ്റെ ആക്ച്വൽ വെലോസിറ്റി ആയ വി ടിൻ്റെ വാല്യൂ വേണം. സോ വി ടി വിട്ടിട്ട് ഇതിന് ഇവിടെ കൊണ്ടുവന്നു. സോ വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ നമുക്കറിയാം എത്രയാണ്? അത് 10/3 ജെ ക്യാപ്പ് ആണെന്ന് അറിയാം. പ്ലസ് വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? അത് 10 ഐ ക്യാപ്പ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ്. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആൻസർ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? വെലോസിറ്റി ഓഫ് ട്രെയിനിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ പറയും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പിടിച്ചാൽ പോരെ, റൂട്ട് ഓഫ് 10/3 സ്ക്വയർ, 10/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ കിട്ടും. ചോദിച്ചിട്ടില്ല, സോ ഇത് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതിനകത്ത്, ആക്ച്വലി ട്രെയിൻ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? സോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പടം വരെ സൂചിപ്പിക്കാം. നോക്ക്, വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാറും വെലോസിറ്റി ഓഫ് കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ കിട്ടും. അതായത് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ എങ്ങോട്ടാ? അത് ഇങ്ങോട്ടാണ്, നോർത്തിലേക്കാണ് അല്ലേ? എന്താണ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ. ഇനി എന്താണ് വെലോസിറ്റി ഓഫ് കാർ? അതെങ്ങോട്ടാണ്? അത് ഇങ്ങോട്ടാണ്. എത്രയാണ് വെലോസിറ്റി ഓഫ് കാർ? എത്രയാണ്? അത് 10 ഐ ക്യാപ്പ് ആണ്. വെലോസിറ്റി ഓഫ് കാർ ആണ് അല്ലേ? അത് ഇങ്ങോട്ടാണ്. സോ ഇതല്ലേ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്? ഇതാണല്ലോ റിസൾട്ടൻ്റ്. അതാണ് വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത്. നോക്ക്, വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് ആരും നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാറും അതുപോലെ വെലോസിറ്റി ഓഫ് കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ട്രെയിൻ കിട്ടും. സോ ട്രയാങ്കിളോ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെയെങ്കിൽ കാറിൽ നിന്നും എത്ര ആംഗിളായിരിക്കും ട്രെയിൻ പോകുന്നത്? ആക്ച്വലി ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത്? ഈ ആംഗിളാണ് പോകുന്നത്. തീറ്റ പിടിച്ചാലും മതി. നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഇതിൻ്റെ വാല്യൂ ഉണ്ട്. എത്രയാണ്? 10/3 അല്ലേ? എത്രയാണ്? 10/3 ഉണ്ട്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? അത് 10 ആണ്. നമുക്കിവിടെ സൈൻ തീറ്റയോ കോസ് തീറ്റയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? തീറ്റ കണ്ടുപിടിക്കാം. നമുക്ക് ടാൻ തീറ്റ ഉപയോഗിക്കാം. ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 10/3 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 10 ക്യാൻസൽ ആയി. സോ നമുക്ക് കിട്ടി 1/3 കിട്ടി. കണ്ടോ? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3. സോ കാറിൽ നിന്നും ഇത്രയും ആംഗിൾ മാറിയാണ് എന്ത് ട്രെയിൻ സഞ്ചരിക്കുന്നത്. നമുക്ക് എല്ലാം കണ്ടുപിടിച്ചൂടെ? സോ ക്വസ്റ്റ്യനിൽ നമുക്ക് A to Z കാര്യം കണ്ടുപിടിക്കാൻ കഴിയും. സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവണം, എന്നാലേ ഈ സിംപ്ലിസിറ്റി തോന്നത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. ബോയ് എ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് 10 m/s എലോങ് ഈസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ പറയും വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത്, ബോയ് എ എന്ന് പറയുന്നത് എത്രയാണ്? 10 m/s എലോങ് ഈസ്റ്റ്. പറഞ്ഞേ, എലോങ് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാപ് അത്ര എന്താണ്? m/s. ബോയ് ബി ഈസ് മൂവിങ് വിത്ത് സ്പീഡ് 10 m/s തന്നെയാണ് എലോങ് ഈസ്റ്റ് 60 ഡിഗ്രി സൗത്ത്. അതായത് നമ്മളിത് വരച്ചു കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. ഈസ്റ്റിൽ നിന്നും 60 ഡിഗ്രി ഉണ്ടോ? 60 ഡിഗ്രി മാറി സൗത്തിലേക്ക് ഉണ്ടോ? ഈസ്റ്റിൽ നിന്നും 60 ഡിഗ്രി മാറി സൗത്തിലേക്ക്. എത്രയാണത് പോയത്? അതും 10 m/s ആണ്. സോ ചരിഞ്ഞ വെക്ടർ ഉണ്ട്, എന്ത് ചെയ്യണം? ചരിഞ്ഞ വെക്ടർ കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യണം, അതിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, നമുക്ക് മാറ്റാം. കണ്ടോ, ഇതൊരു കമ്പോണൻ്റ് ആണ്, ഇത് മറ്റൊരു കമ്പോണൻ്റ് ആണ്. നമ്മൾ 2 കമ്പോണൻ്റ് എടുത്തു. ഇത് 60 ആണ്. അപ്പോൾ 10ൻ്റെ കോസ് കമ്പോണൻ്റ് 10 × cos 60
എത്ര കിട്ടും? cos 60 1/2 ആണ്. സോ 10 × 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 കിട്ടും. 5 m/s ഇങ്ങോട്ട് എക്സ് ആക്സിലേക്ക്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വേണം. വെലോസിറ്റി ഓഫ് ബിയിൽ നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടി. ഏതൊക്കെയാണ്? ആ എക്സ് ആക്സിസിലേക്ക് എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി. സോ 5 i ക്യാപ് കഴിഞ്ഞോ? ഇല്ല, ഇനി y ആക്സിലും കിടപ്പുണ്ട് അല്ലേ? സോ y ആക്സ് ഉണ്ട്, മൈനസ് y ആക്സിലേക്ക് കിടപ്പുണ്ട്. എത്രയാണത്? അത് 10 sin 60 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10 × sin 60 എത്രയാണ്? √3/2 ആണ്. സോ നമുക്ക് കിട്ടും 5√3. ശരിയാണോ? അത്ര എന്താണ്? m/s. സോ താഴേക്കല്ലേ? സോ മൈനസ് ആണ്, y ആക്സിസ് ആണ്. അത്രയാണ് 5√3. അത്ര എന്താണ്? j ക്യാപ്പ് ആണ്. സോ നമുക്ക് വെലോസിറ്റി ഓഫ് എയും ഉണ്ട്, വെലോസിറ്റി ഓഫ് ബിയും ഉണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ദെൻ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിൽ ബി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ എത്ര കുഞ്ഞുങ്ങളെ? ഇതാണ് വെലോസിറ്റി ഓഫ് എ 10 i ക്യാപ്പ് മൈനസ് വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? 5 i ക്യാപ്പ് മൈനസ് 5√3 j ക്യാപ്പ്. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് അകത്തേക്ക് പോകും, പ്ലസ് ആയിട്ട് മാറും. സോ ഇതെന്തായിട്ട് മാറും? 10 i ക്യാപ്പ് മൈനസ് 5 i ക്യാപ്പ് പ്ലസ് 5√3 j ക്യാപ്പ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 5 i ക്യാപ്പ് പ്ലസ് 5√3 j ക്യാപ്പ് എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? സോ നമുക്ക് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആരുടെ സ്ക്വയർ? 5 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ആരുടെ സ്ക്വയർ? 5√3 സ്ക്വയർ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. നോക്ക്, രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ പഠിച്ചു എ എന്ന വെക്ടർ ഉണ്ട്, ഇത് എ എന്ന വെക്ടറാണ്, ഇത് ബി എന്ന വെക്ടറാണ്. ആ രണ്ട് വെക്ടറിന് ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എയുടെ മാഗ്നിറ്റ്യൂഡ് തിരിച്ചോ മറിച്ചോ പറയാം. വിച്ച് ഈസ് ഈക്വൽ എങ്ങനെ പറയും? റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് എയുടെ സ്ക്വയർ, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ പ്ലസ് വെലോസിറ്റി ഓഫ് ബിയുടെ സ്ക്വയർ മൈനസ് 2 × വെലോസിറ്റി ഓഫ് എ ഇൻറ്റു വെലോസിറ്റി ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. സോ രണ്ട് വെക്ടർ ഉണ്ട്, അവയ്ക്കിടയിൽ ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 10 ആണ്. സോ വി എക്ക് പകരം പറയണം 10 എന്ന് പറയണം, വി ബിക്ക് പകരം പറയണം എത്രയാണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു? ദാണ്ട് 10 ആണ്. അതും 10 ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? വി ബിയുടെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. സോ 10, ഇത് 10. ആംഗിൾ എത്രയാണ്? തന്നിട്ടുണ്ട്. ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. സോ ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇതേ ആൻസർ കിട്ടും. മനസ്സിലായോ? സോ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ ബേസും ചെയ്യാം. ഓക്കെ ആണോ? നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗത്ത് പഠിക്കാം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ മുന്നേ പഠിച്ച കാര്യം കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. നോക്കിയിരിക്കുക, ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്, വെലോസിറ്റിയാണ് വി എ എന്ന് പറയുന്നത്. മറ്റൊരു ബോഡി മൂവ് ചെയ്യുകയാണ് ഇങ്ങനെ, അതിൻ്റെ വെലോസിറ്റിയാണ് വി ബി എന്ന് പറയുന്നത്. കണ്ടോ? അവയ്ക്കിടയിൽ ആംഗിൾ ഉണ്ട് തീറ്റ. അങ്ങനെയെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി വേണം, റിലേറ്റീവ് വെലോസിറ്റി വി എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് വേണം. കണ്ടോ? മാഗ്നിറ്റ്യൂഡ് വേണം. അങ്ങനെയെങ്കിൽ അപ്പോൾ രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യണം, ശരിയല്ലയോ? വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി, ആ വെക്ടറിനെ മൈനസ് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ആർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ച നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ് അല്ലേ? രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യാൻ വെക്ടറിൻ്റെ ഭാഗത്ത് കേട്ടതാണ്. സോ എ എന്നൊരു വെക്ടറുണ്ട്, ബി എന്നൊരു വെക്ടറുണ്ട്,
ഈ രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യണം, അവയ്ക്കിടെ ആംഗിൾ ഉണ്ട് തീറ്റ എങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് സൈൻ വരും. ആഡ് ചെയ്യണമെങ്കിലോ ഇവിടെ പ്ലസ് സൈൻ വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടല്ലോ, സബ്ട്രാക്ഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, കണ്ടോ ഫസ്റ്റ് വെക്ടർ വി എ ആണ്, ഫസ്റ്റ് വെക്ടർ വി എ. ഇപ്പോൾ വി എയുടെ മാഗ്നിറ്റ്യൂഡ് ഞാൻ വി എന്ന് മാത്രം എഴുതാൻ പോവുകയാണ്, വി എയുടെ സ്ക്വയർ. അതിൻ്റെ മീനിങ് എന്താണ്? വി എയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് വി ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വി എയുടെ മാഗ്നിറ്റ്യൂഡ് വി ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. സോ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് രണ്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അവയ്ക്കുള്ള ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അവയ്ക്കുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ആൻസർ പറയണം. എനിക്കൊരു വെക്ടർ ഉണ്ട് വി എ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഐ ക്യാപ്പും ജെ ക്യാപ്പും ഒന്നുമില്ല, ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയണത്. വി ബി മറ്റൊരു വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ആംഗിൾ ഞാൻ പറയുകയാണ്, തീറ്റൻ്റെ വാല്യൂ ഓക്കെ 0 ഡിഗ്രി ഇടാൻ പോവുകയാണ്. സോ 0 ഡിഗ്രി ആണ് കരുതുക. അങ്ങനെയെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി പിടിക്കണം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി ആയാലും ബി വിത്ത് റെസ്പെക്ട് എ ആയാലും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പഠിച്ചായിരുന്നു. സോ കണ്ടുപിടിക്കണം, ഇതിൻ്റെ വാല്യൂ പിടിക്കണം. സോ കണ്ടുപിടിക്കും, നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം, റൂട്ട് ഓഫ് എന്താണ് 20യുടെ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ് 10ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു 20 ഇൻറ്റു കോസ് 0. കോസ് 0 എത്രയാണ്? കോസ് 0 1 ആയിട്ട് മാറും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? രണ്ട് വെക്ടർ സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് വെക്ടർ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറച്ച് വെച്ചാൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. 20 മൈനസ് 10, അപ്പോൾ എത്ര ആൻസർ കിട്ടും? 10 ആൻസർ കിട്ടും. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ മതി, അപ്പോൾ ആൻസർ കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത് പറയാൻ പോവുകയാണ്. തീറ്റൻ്റെ വാല്യൂ ഞാൻ മാറ്റാൻ പോവുകയാണ്. തീറ്റൻ്റെ വാല്യൂ ഇപ്പോൾ 180 ഇടാൻ പോവുകയാണ്. തീറ്റ എത്രയാണ്? 180 ആണ്. തീറ്റ 180 ആണ്. എൻ്റെ മീനിങ് എന്താ കുഞ്ഞുങ്ങളെ? ഓപ്പോസിറ്റ് വെക്ടർ ആണ്. അപ്പോഴും നിങ്ങൾക്ക് വി എ ബി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യാം? റൂട്ട് ഓഫ് 20യുടെ സ്ക്വയർ പ്ലസ് 10ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 20 ഇൻറ്റു 10 ഇൻറ്റു കോസ് 180. കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം ഈ രണ്ട് വെക്ടർ എങ്ങനെ വെക്ടറാണ്? 180 ആണെങ്കിൽ ആൻറ്റി പാരലാണ്. ആൻറ്റി പാരൽ ആഡ് ചെയ്താലും മതി. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി എന്ന് പറയുന്നത് ആഡ് ചെയ്താലും മതി. നമുക്ക് എന്ത് കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കണക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെയും കണക്ക് ചെയ്യാം. സെയിം ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇനി ഞാൻ മാറ്റാൻ പോവുകയാണ്. തീറ്റൻ്റെ വാല്യൂ മാറ്റി. തീറ്റൻ്റെ വാല്യൂ ഞാൻ മാറ്റാൻ പോവുകയാണ്. 90 ആക്കാൻ പോവുകയാണ്. സോ ഇത് 90 ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് 90 ആയിട്ട് മാറും, ഇത് 90 ആയിട്ട് മാറും. ശരിയല്ലേ? വേറെ വല്ല മാറ്റം ഉണ്ടാകുമോ? ഇത് 90 ആയിട്ട് മാറും. ഇത് 90 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ടേം ഫുൾ 0 ആവും. കാരണം എന്താണ്? കോസ് 90 0 ആണ്. ഈ ടേം ഫുള്ളും 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ടേം ഫുള്ള് 0 ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20യുടെ സ്ക്വയർ പ്ലസ് 10ൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. എങ്ങനെയാണെങ്കിൽ? 90 ഡിഗ്രി ആണെങ്കിൽ. മനസ്സിലായോ? അടുത്ത എന്താണ്? അടുത്ത ഞാൻ പറയേണ്ട ആംഗിൾ ആണെന്ന് വിചാരിച്ചോ. ഒരു ആംഗിൾ 37 കിട്ടി. അങ്ങനെയെങ്കിലോ നിങ്ങൾ ഈ ഇക്വേഷനകത്ത് എന്ത് ചെയ്യും? ഈ 90ക്ക് പകരം എന്ത് കൊടുക്കണം? 37 ഡിഗ്രി കൊടുക്കണം. 37 കൊടുക്കണം. കണ്ടോ? അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എവിടെ യൂസ് ചെയ്യാം? രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യുന്ന കണക്ക് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ് കുഞ്ഞുങ്ങളെ? സബ്ട്രാക്ഷൻ വി എ മൈനസ് വി ബി അല്ലെങ്കിൽ വി ബി മൈനസ് വി എ. അങ്ങനെ രണ്ട് വെക്ടറിനെ സബ്ട്രാക്ട് ചെയ്യുന്ന കണക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം റൂട്ട് ഓഫ് വി എയുടെ സ്ക്വയർ പ്ലസ് വി ബിയുടെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വി എ ഇൻറ്റു വി ബി ഇൻറ്റു കോസ് തീറ്റ. കണ്ടോ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ 8th ക്വസ്റ്റ്യൻ ആണ്. Two particles A and B are moving with the same speed v in different directions.
If their relative speed is also v, then angle between velocity a and b will be. Okay, ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, എ എന്നൊരു പാർട്ടിക്കിൾ ഉണ്ട്, മറ്റൊരു പാർട്ടിക്കിൾ ഉണ്ട്, ബി എന്നൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഇതിൻ്റെ വെലോസിറ്റി വി ആണ്, ഇതിൻ്റെ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് എന്താണ്? വി തന്നെയാണ്. സോ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് വെക്ടേഴ്സ് ആണിത്. അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുകയാണ് ഇവയുടെ റിലേറ്റീവ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? അതും വി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ചാടിക്കറി 120 എന്ന് പറയരുത്. 120 എപ്പോഴാവുന്നത്? രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ആ രണ്ട് വെക്ടേഴ്സിനും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ആ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റും അതേ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ ആണ് എങ്കിൽ പറയും അവിടെയാണെങ്കിൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇവിടെ ആഡ് ചെയ്യുമ്പോഴാണ് രണ്ട് വെക്ടേഴ്സ്, രണ്ട് ഈക്വൽ വെക്ടേഴ്സ്, രണ്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ 120 ഡിഗ്രി ആണ് എങ്കിൽ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? അവിടെ സെയിം മാഗ്നിറ്റ്യൂഡ് കിട്ടും. പക്ഷെ ഇവിടെ ആഡ് ചെയ്യുകയാണോ? അല്ല, സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ചാടിക്കറി 120 എന്ന് പറയരുത്. മനസ്സിലായോ? സോ എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു? റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് വെലോസിറ്റി ഓഫ് ബിയുടെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വെലോസിറ്റി ഓഫ് എ ഇൻറ്റു വെലോസിറ്റി ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ശരിയാണോ? ഇതിന് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? വി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എൻ്റെ വാല്യൂ എത്രയാണ്? അത് വി ആണ്. വി ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? അതും വി ആണ്, അതും വി ആണ്. മൈനസ് 2 ഇൻറ്റു വി സ്ക്വയർ അല്ലേ, ഇത് വി എ വി ബി, അത് രണ്ടും വി തന്നെയാണ്. അപ്പോൾ വി സ്ക്വയർ കോസ് തീറ്റ. സ്ക്വയർ എടുത്ത് നോക്കേ, അപ്പോൾ എന്ത് ചെയ്യും? ഈ റൂട്ട് അങ്ങ് മാറി കിട്ടും. സോ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ റൂട്ട് അങ്ങ് മാറി, അപ്പോൾ എന്നിട്ടും 2v സ്ക്വയർ എന്ന് കിട്ടി, മൈനസ് 2v സ്ക്വയർ കോസ് തീറ്റ എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ 2v സ്ക്വയർ കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതവിടെ കൊണ്ടുപോകുമ്പോൾ വി സ്ക്വയർ എന്ന് കിട്ടും. സോ വി സ്ക്വയറും ക്യാൻസലായി. കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 1/2 എന്ന് കിട്ടും. തീറ്റ എത്രയാണ്? 60 ഡിഗ്രി. തീറ്റ എത്രയാണ്? 60 ഡിഗ്രി. സോ ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ മുന്നേ വെക്ടറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, അവിടെ എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ നമുക്ക് റിലേറ്റീവ് മോഷൻ്റെ വ്യത്യസ്തങ്ങളായ പ്രോബ്ലങ്ങൾ കണ്ടു. ഇതൊരു സ്പെഷ്യൽ പ്രോബ്ലമാണ്, കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. സോ കോൺസെപ്റ്റ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ബോഡിയുണ്ട്. എത്ര ബോഡിയുണ്ട് കുഞ്ഞുങ്ങളെ? രണ്ട് ബോഡിയുണ്ട്. ഇതൊരു ബോഡിയാണ്, ഇത് ഒരു ബോഡിയാണ്. നമുക്ക് ഈ ബോഡിക്ക് പേര് കൊടുക്കാം, എ എന്ന ബോഡിയാണ്. ഇവിടെ മറ്റൊരു ബോഡി ഇരിപ്പുണ്ട്, ആ ബോഡിയാണ് ബി എന്ന ബോഡി. സോ രണ്ട് ബോഡി ഇരിപ്പുണ്ട്. ഈ എ എന്ന ബോഡിയും ബി എന്ന ബോഡിയും തമ്മിൽ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കും. തുടക്കത്തിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, എക്സ് എന്ന ഡിസ്റ്റൻസ് ഉണ്ട് വിചാരിച്ചോ. എത്രയാണ്? എക്സ് എന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എ എന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എ എന്ന ഡിസ്റ്റൻസ് ഉണ്ട്. ഇനിയാണെങ്കിൽ ഈ എ എന്ന ബോഡി മൂവ് ചെയ്യാൻ പോവുകയാണ്. എ എന്ന ബോഡി ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പോവുകയാണ്. കേട്ടോ, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 2 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഇനി ബി എന്ന ബോഡി വെറുതെ ഇരിക്കുന്നില്ല, അവനും മൂവ് ചെയ്യുകയാണ്. ബി എന്ന ബോഡി മൂവ് ചെയ്യുകയാണ്. സോ ബി എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. കണ്ടോ, അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അവൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ എ എന്ന ബോഡിയും ബി എന്ന ബോഡിയും നേരത്തുള്ള അകലം എത്രയായിരുന്നു? അവ നമ്മൾ സെപ്പറേഷൻ എത്രയായിരുന്നു? അത് എ മീറ്റർ ആയിരുന്നു. നമുക്ക് എ എന്ന ബോഡിയും ബി എന്ന ബോഡിയും നമ്മൾ സെപ്പറേഷൻ എത്രയുണ്ടായിരുന്നു? എ മീറ്റർ ഉണ്ടായിരുന്നു. ഇനി ഇത് മൂവ് ചെയ്യുമ്പോൾ അവയുടെ സെപ്പറേഷൻ മാറത്തില്ലേ? എ എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, ബി എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആര് മാറും? അവ തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് മാറും. അവ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കാം, മാറുന്നോ ഇല്ലയോ നോക്കാം. നമുക്ക് ആദ്യമാണെങ്കിൽ എ എന്ന ബോഡി ഇവിടെ എത്തി. ഉണ്ടോ? അപ്പോൾ ബി എന്ന ബോഡി എന്ത് ചെയ്യും? അത് ഇവിടെ എത്തും. കാര്യം എ എന്ന ബോഡി ഇങ്ങോട്ട് പോവുകയാണ്, ബി എന്ന ബോഡി ഇങ്ങോട്ട് പോവുകയാണ്. സോ ഇതാണ് അവയുടെ സെപ്പറേഷൻ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇതാണ്. ഇനി അടുത്ത തവണയാണെങ്കിൽ എ എന്ന ബോഡി എന്ത് ചെയ്യും? എ എന്ന ബോഡി ആണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. എ എന്ന ബോഡി ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ബി എന്ന ബോഡിയോ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ.
അടുത്ത ടൈമാണ് എന്ത് ചെയ്യും, അടുത്ത സെക്കൻഡിലാണെങ്കിൽ എ എന്ന ബോഡി എന്ത് ചെയ്യും, എ എന്ന ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യും, ബി എന്ന ബോഡി എന്ത് ചെയ്യും, അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇത് സെപ്പറേറ്റ് ചെയ്ത ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ എത്രയാണ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, അവ തമ്മിലുള്ള സെപ്പറേഷൻ, ഏറ്റവും ചെറിയ സെപ്പറേഷൻ എത്രയാണ്, അതാണ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ എത്ര അടുത്താണ് വന്നിരിക്കുന്നത്, ഏറ്റവും ചെറിയ സെപ്പറേഷൻ എത്രയാണ്, അതിനാവശ്യമായ സമയം എങ്ങനെ കണ്ടുപിടിക്കും തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എ എന്നൊരു ബോഡി ഉണ്ട്, അത് മൂവ് ചെയ്യുകയാണ്, ബി എന്ന ബോഡി ഉണ്ട്, അത് മൂവ് ചെയ്യുകയാണ്, രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. സോ വെറുതെ മൂവ് ചെയ്യുകയല്ല, രണ്ടും വ്യത്യസ്തങ്ങളായ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള സെപ്പറേഷൻ്റെ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണ്, എത്രയാണ്? കേട്ടോ, ഏറ്റവും ചെറിയ സെപ്പറേഷൻ എത്രയാണ്, അതിനാവശ്യമായ സമയം എത്രയാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ആണെങ്കിൽ, ഈ ഒരു കോൺസെപ്റ്റിനെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റിൽ കൊണ്ടുവരാം. ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റും അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയും ഒക്കെ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, 2 particles A and B are present at a distance of 5 kilometer. സോ എ എന്നൊരു ബോഡി ഉണ്ട്, അതുപോലെ ബി എന്നൊരു ബോഡി ഉണ്ട്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? തുടക്കത്തിലുള്ള ഡിസ്റ്റൻസ് ആണ് 5 kilometer ഫ്രം ഈച്ച് അതർ, സച്ച് ദാറ്റ് ബി ഈസ് അറ്റ് സൗത്ത് ഓഫ് എ. സോ എയുടെ സൗത്തിലാണ് ആരുള്ളത്? ബി ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സെപ്പറേഷൻ എത്രയായിരുന്നു? ഈ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് അത്? 5 kilometer ആണ്. ഇനി എയുടെ സൗത്തിലാണ്, കണ്ടോ, സൗത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വരയ്ക്കും നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത്, കണ്ടോ, താഴോട്ട്. അപ്പോൾ എയുടെ സൗത്തിലാണ് ആര് നിൽക്കുന്നത്? ബി നിൽക്കുന്നത്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇനിഷ്യൽ സെപ്പറേഷൻ ആണ് 5 kilometer. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി സ്റ്റാർട്ട് മൂവിങ് വിത്ത് സ്പീഡ് 10 meter per second. രണ്ടുപേരും മൂവ് ചെയ്യാൻ പോവുകയാണ്, രണ്ട് ബോഡിയും മൂവ് ചെയ്യാൻ പോവുകയാണ്. എത്ര സ്പീഡിലാണ്? 10 meter per second സ്പീഡിൽ മൂവ് ചെയ്യാൻ പോവുകയാണ്. എലോങ് ഈസ്റ്റ് ആൻഡ് നോർത്ത് റെസ്പെക്റ്റീവ്ലി. നമുക്ക് വേണമെങ്കിൽ ഈ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഫസ്റ്റ് കണക്കായതുകൊണ്ട് നമുക്ക് മാറ്റാം. നമുക്ക് അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാം. കാര്യം ഫസ്റ്റ് കണക്കല്ലേ, അപ്പം വലിയ കോംപ്ലിക്കേഷൻ വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ അവർ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വലിയ കോംപ്ലിക്കേഷൻ വേണ്ട, കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം കോൺസെപ്റ്റ് തന്നെ കുറച്ച് വലുതാണ്. അപ്പോൾ ക്വസ്റ്റ്യനും കിലോമീറ്റർ പെർ അവർ. ഇനി നോക്കുക, എലോങ് ഈസ്റ്റ് ആൻഡ് നോർത്ത് റെസ്പെക്റ്റീവ്ലി. അതായത് എ എന്ന ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ കുഞ്ഞുങ്ങളെ? എ എന്ന ബോഡി മൂവ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. കണ്ടോ, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. എത്ര സ്പീഡിലാണ്? 10 kilometer per hour. 10 kilometer per hour എന്ന സ്പീഡിൽ എങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്? ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇത് ഈസ്റ്റാണ്. ഇനി ബിയോ, ബി നോർത്തിലേക്ക് മൂവ് ചെയ്യുകയാണ് അതേ സ്പീഡിൽ. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ്. എത്ര സ്പീഡിലാണ്? അതേ സ്പീഡിൽ 10 kilometer per hour എന്ന സ്പീഡിൽ നോർത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് സെപ്പറേഷൻ, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കോൺസ്റ്റന്റ് ആയിരിക്കുമോ? ഇപ്പം 5 kilometer ആണ്, തുടക്കത്തിൽ 5 kilometer ആണ്. ഒരാൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഒരാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ആര് ചേഞ്ച് ചെയ്യും? ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ചേഞ്ച് ചെയ്യും. സെയിം സ്പീഡ് ആണെങ്കിൽ കൂടി, സെയിം സ്പീഡ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ സെപ്പറേഷൻ കോൺസ്റ്റന്റ് ആയേനെ. സെയിം സ്പീഡ് രണ്ട് ബോഡിയും ഒരേ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്, സെയിം സ്പീഡിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോഴെന്താണ്? അവിടെ സെപ്പറേഷൻ ഇല്ല, കാര്യം റിലേറ്റീവ് വെലോസിറ്റി ഇല്ല. പക്ഷേ ഈ കേസിൽ എന്തുണ്ട്? റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. ഒന്നിനെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊന്നിന് റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? രണ്ട് പേർക്കിടയിൽ സെപ്പറേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ സെപ്പറേഷനിൽ മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ, എ എന്ന ബോഡി ഇവിടെ നിൽക്കുകയാണ്, ബി എന്ന ബോഡി ഇവിടെ നിൽക്കുകയാണ്. രണ്ട് ബോഡിയും സഞ്ചരിക്കുകയാണ്. ഇത് 2 meter per second, ഇത് 2 meter per second. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള സെപ്പറേഷൻ എത്രയായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ട് ബോഡിയും ഒരേ സ്പീഡ് മൂവ് ചെയ്യുകയാണ്. കണ്ടോ, ഈ പേനയുടെ രണ്ട് അഗ്രങ്ങൾ ഒരേ സ്പീഡ് മൂവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ സെപ്പറേഷൻ എത്രയായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ അതുപോലെയാണോ ഇവിടെ? അല്ല. ഇവിടെയാണെങ്കിൽ ഒരു ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഒരു ബോഡി മുകളിലേക്കും മറ്റു ബോഡി ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ സെപ്പറേഷൻ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണ്? അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി വെക്ടർ ചേഞ്ച് ആണ്. കേട്ടോ, ഒരു വെലോസിറ്റി അങ്ങോട്ടാണ്, മറ്റേ വെലോസിറ്റി ഇങ്ങോട്ടാണ്. വെലോസിറ്റി വെക്ടറിന് ചേഞ്ച് ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെപ്പറേഷൻ, അപ്പോൾ നമ്മുടെ സെപ്പറേഷൻ എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ഫൈൻഡ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കണം. അതായത് പറഞ്ഞു തന്നെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും നോക്കുന്നത്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഒബ്സർവർ ആണ്? ബി ഒബ്സർവർ ആണ്. കേട്ടോ, രണ്ടാമത് കിടക്കുന്നവരാണ് ഒബ്സർവർ. അവൻ നോക്കുകയാണ്. ആര് നോക്കുകയാണ്? എയെ നോക്കുകയാണ്. അപ്പോൾ നോക്കുകയാണ്, ബി നോക്കുകയാണ്, എ നോക്കുകയാണ്. എയുടെ വെലോസിറ്റി എത്രയാണ്? സോ ആരാണോ ഒബ്സർവർ അവൻ എന്തിലാണ്? റെസ്റ്റിലാണ്. കണ്ടോ, ആരാണോ ഒബ്സർവർ അവൻ എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ആ റെസ്റ്റിൽ നിന്ന് ഒബ്സർവർ മറ്റവനെ നോക്കുകയാണ്. അവൻ്റെ സ്പീഡ് എത്രയാണ്? അവൻ്റെ ഡയറക്ഷൻ എന്താണ്? നോക്കുകയാണ്. അതാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അങ്ങനെ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ അറിയാവുന്നതാണ്. വെലോസിറ്റി ഓഫ് എ എത്രയാണ് കുഞ്ഞുങ്ങളെ? വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 i ക്യാപ്പ് ആണ്. സോ 10 i ക്യാപ്പ് ആണ് വെലോസിറ്റി ഓഫ് എ. വി എ എന്ന് പറയുന്നത് ശരിയല്ലയോ? ഐ ക്യാപ്പ്. വെലോസിറ്റി ഓഫ് ബി ആണെങ്കിലോ ഒന്ന് പറഞ്ഞു തന്നെ. വെലോസിറ്റി ഓഫ് ബി എന്തായിരിക്കും? ബി വെലോസിറ്റി ഇങ്ങോട്ടല്ലേ? ബി എൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടല്ലേ? അപ്പം വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 10 j ക്യാപ്പ് ആണ്. ഇനിയാണെങ്കിൽ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കാൻ പോവുകയാണ്. എപ്പോഴാണോ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്നത് ആ സമയത്താണ് നമ്മളെ ബോഡി എന്തായിട്ട് മാറുന്നത്? ഒബ്സർവർ റെസ്റ്റിലായിട്ട് മാറുന്നത്. ആക്ച്വലി വെലോസിറ്റി ഇല്ല, ഇതിന് ഉണ്ട്, ഇതിന് വെലോസിറ്റി ഉണ്ട്, ഇവരെന്തുണ്ട്? വെലോസിറ്റി ഉണ്ട്. സോ എപ്പോഴാണോ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്നത് ആ നിമിഷം തൊട്ട് ആര് റെസ്റ്റിലായിരിക്കും? ഒബ്സർവർ റെസ്റ്റിലായിരിക്കും. ആ റെസ്റ്റിലാണ്, ബി പിന്നെ റെസ്റ്റിലാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ബി റെസ്റ്റിലാണെങ്കിൽ എയുടെ സ്പീഡ് എത്രയാണ്? അതാണ് തോന്നുന്നത് റിലേറ്റീവ് വെലോസിറ്റി. വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ വെലോസിറ്റി ഓഫ് എ എത്രയാണ്? 10 i ക്യാപ്പ് ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? നിങ്ങൾ പറയും സാർ അത് 10 j ക്യാപ്പ് ആണെന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. 10 i ക്യാപ്പ് പ്ലസ് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 10 i ക്യാപ്പ് പ്ലസ് മൈനസ് 10 j ക്യാപ്പ്. ഇതൊന്ന് വരച്ച് നോക്കി. റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു റിലേറ്റീവ് വെലോസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണെന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 × സ്ക്വയർ പ്ലസ് മൈനസ് 10 × സ്ക്വയർ. എത്ര ടൺ ഉണ്ട്? 2 ടൺ ഉണ്ട്. അപ്പോൾ പറയും 10നെ പുറത്തെടുത്താൽ √2. മനസ്സിലാവുണ്ടോ? അത്ര എന്താണ്? km/h. നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റിയും കിട്ടി. സോ നമ്മൾ ഈ പാർട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്, അതായത് ഈ രണ്ട് ബോഡിയും തമ്മിലുള്ള സെപ്പറേഷൻ്റെ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എത്രയാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ആരെ കണ്ടുപിടിക്കണമായിരുന്നു? റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. സോ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ഞാൻ ക്വസ്റ്റ്യനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, എളുപ്പമല്ലേ? അതിനുശേഷം അതിനെ വരയ്ക്കണം. ആരെ വരയ്ക്കണം? നമ്മളുടെ ഈ റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ വരയ്ക്കണം. നമുക്ക് വരച്ചു നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ വരച്ചു നോക്കാം. അങ്ങോട്ട് വായിക്കാൻ പോവാണ്. റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ വരയ്ക്കാൻ പോവാണ്. എങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ? റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ വരയ്ക്കുന്നത് 10 i ക്യാപ്പ്, അതായത് എക്സ് ആക്സിലേക്ക് 10, മൈനസ് 10 j ക്യാപ്പ്, അതായത് വൈ ആക്സിലേക്ക് -10. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദേ നമ്മളുടെ റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. കണ്ടോ? റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇതായിരിക്കും. ഈ രണ്ട് വെക്ടർ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടത്തില്ലേ? ഈ രണ്ട് വെക്ടർ ആഡ് ചെയ്യുന്നതാണിത്. മനസ്സിലാവുണ്ടോ? സോ നമുക്ക് ആരെ മാഗ്നിറ്റ്യൂഡ് കിട്ടി? റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അത് കിട്ടിക്കഴിഞ്ഞു. സോ ഇതാണ് ആക്ച്വലി റിലേറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ. നമുക്ക് ഇവിടെ മാറ്റി വെക്കാമല്ലോ. ഇതാണ് ആക്ച്വലി ആ ഡയറക്ഷൻ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇതിൻ്റെ ആക്ച്വലി മീനിങ് എന്താ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സർ ആര് റെസ്റ്റിലാണ്? ബി റെസ്റ്റിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബിക്ക് തോന്നുന്നത് എ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടാണ്. ഇപ്പോൾ രണ്ട് ബോഡി മൂവ് ചെയ്യുകയാണ്. ആക്ച്വലി നമ്മൾ ഒരു ബോഡിയെ പിടിച്ച് നിർത്തി. എങ്ങനെ നിർത്തിയേ? നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുത്തു. ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ ആരാണോ ഒബ്സർവർ അവൻ എന്തായിട്ട് മാറും? റെസ്റ്റായിട്ട് അങ്ങ് മാറും. സോ ആര് റെസ്റ്റായി? ബി റെസ്റ്റായി. സോ ബി റെസ്റ്റ് ആണെങ്കിൽ
ബി നോക്കിക്കാണുകയാണ് എ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്. അവന് മനസ്സിലായി ഇത് എ ഇങ്ങനെയാ മൂവ് ചെയ്യുന്നത്. ആര് റെസ്റ്റ് ആണെങ്കിൽ ബി റെസ്റ്റിലാണെങ്കിൽ. സോ ബി നോക്കിക്കാണുകയാണ്, എ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സപ്രഷൻ ഇങ്ങനെയായിരുന്നു, 5 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു 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 പിന്നെ കൂടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? സോ ബി റെസ്റ്റിലാണ്, എ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ബി നോക്കുമ്പോൾ ബി റെസ്റ്റിലാണെങ്കിൽ എ ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സപ്രഷൻ എത്രയായിരുന്നു, 5 കിലോമീറ്റർ ആയിരുന്നു. ഇങ്ങോട്ട് പോകുന്തോറും ആര് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും, സപ്രഷൻ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പോയിന്റിൽ എത്തുമ്പോൾ, ഈ പോയിന്റ് പ്രത്യേകം എന്താ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയും ഇത് പെർപെൻഡിക്കുലർ ആണ്. കണ്ടോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഈ ഡിസ്റ്റൻസ് ആണ്. ഇതെന്താണ്, ഇതാണ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത അപ്രോച്ചാണിത്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ദൂരം അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സെപ്പറേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കൂടുതലാണ്, ഇങ്ങോട്ട് പോകുന്നവരും കൂടിക്കൊണ്ടിരിക്കും. സോ ഏറ്റവും കുറവ് എവിടെയാണ്, ഇവിടെയാണ്. സോ നമുക്ക് പറയാം എക്സ് ആണ്. അത് എത്രയാണ്, എക്സ് ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ആംഗിൾ വേണം. സോ ഒരു സൈഡുണ്ട്, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡുണ്ട്, ഒരു ആംഗിൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരെ കണ്ടുപിടിക്കാം, ഈ എക്സിനെ കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ആ ട്രയാങ്കിളിൻ്റെ ഫുൾ ചരിത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇവിടെയാണെങ്കിൽ ആര് വേണം, ഈ ആംഗിളിനെ വേണം. എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. വേണ്ട, ഈ വെക്ടർ ആയിരുന്നു ഈ വെക്ടർ. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇത് വേണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ പറയും അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും, ഇത് 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ ആണ്, 2 സൈഡുകൾ ഈക്വൽ ആണ്. അപ്പോൾ എത്രയായിരിക്കും ആംഗിൾ, 45 വെച്ചായിരിക്കും. സോ വെർട്ടിക്കലുമായിട്ട് ഇവർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 45 ആണ്. വെർട്ടിക്കലുമായിട്ട് ഈ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 45 ആണ്. വെർട്ടിക്കലുമായിട്ട് ഇവർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 45 ആണ്. സോ എത്രയാണ്, 45 ഡിഗ്രിയാണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ ഇത് 45 ഡിഗ്രിയാണ്. ഈ സൈഡ് നമുക്കറിയാം 5 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും, 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സോ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. സോ ഇങ്ങോട്ട് മായ്ക്കാൻ പോവുകയാണ്. നമുക്കിതിൻ്റെ ആവശ്യം ഇനി വരുന്നില്ല. നമുക്ക് ആരെ കണ്ടുപിടിക്കണം, നമുക്കാണെങ്കിൽ എക്സിനെ കണ്ടുപിടിക്കണം. സോ ഞാൻ പറയുകയാണ് സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്നൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആക്കുന്ന ഹൈപ്പോട്നൂസ് എത്രയാണ്, 5 കിലോമീറ്റർ. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ തീറ്റ എത്ര കുഞ്ഞുങ്ങളെ, 45 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 45 എത്രയാണ്, 1/√2 ആണ്. സോ 5 ഡിവൈഡ് ബൈ √2 അത്ര എന്താണ്, കിലോമീറ്റർ. സോ ഇതാണ് എന്ത്, ക്ലോസസ്റ്റ് അപ്രോച്ച്. നമ്മൾ ആരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ക്ലോസസ്റ്റ് അപ്രോച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ചെയ്യുന്നത് എളുപ്പമല്ലേ? സോ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഏറ്റവും സിമ്പിളായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പടം വരച്ചിട്ട് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇടി മാറ്റി വെച്ചു, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു, ആ ഡയറക്ഷൻ എന്ത് ചെയ്യണം, വിട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിലാണ് മിനിമം അപ്രോച്ച് എന്ന് മനസ്സിലാവും. ആ അപ്രോച്ചിനെ കണ്ടുപിടിക്കണം. കണ്ടോ, നമ്മൾ സാധാരണ സൈനോ കോസോ ടാനൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, അതിനെ കണ്ടുപിടിക്കണം. സോ ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിസ്റ്റൻസ് കിട്ടും. നമുക്ക് കിട്ടിയല്ലോ, എത്രയാണ്, 5/√2 കിലോമീറ്റർ. സോ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ, ടൈം ആഫ്റ്റർ വിച്ച് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് മിനിമം. സോ ഇതിനാവശ്യമായ, ഈ മിനിമം ഡിസ്റ്റൻസിന് ആവശ്യമായ സമയം എത്രയാണ്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസിന് ആവശ്യമായ സമയം എത്രയാണ്, അതായത് ഈ ബോഡി ഇവിടെ നിന്നും ഇവിടം വരെ സഞ്ചരിച്ച സമയം എത്രയാണ്. മനസ്സിലാവണ്ടോ? എന്താ ക്വസ്റ്റ്യൻ എന്താണ്, the time after which the distance between A and B is minimum. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ, ഇതിൽ മിനിമം ഡിസ്റ്റൻസ്, ഇതിലെ മിനിമം സെപ്പറേഷൻ ആണിത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ബോഡി, എ എന്ന ബോഡി ഇവിടം തൊട്ട് ഇവിടം വരെ എത്തുവാൻ എത്ര സമയം ആവശ്യം വന്നു. സോ നമുക്ക് ഈ ഒരു വെലോസിറ്റി അറിയാം. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്, ഇതാണ് വെലോസിറ്റി. നമുക്ക് ഈ ഡിസ്റ്റൻസ് വേണം. ഈ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെലോസിറ്റിയും ഡിസ്റ്റൻസും കൊണ്ട് സമയം കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് എന്താ വേണ്ടുന്നേ, നമുക്ക് വേണ്ടുന്നത് ടൈമാണ് വേണ്ടുന്നത്. നമുക്കറിയാം ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്.
അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. സോ നമുക്ക് ആരെ വേണം? വെലോസിറ്റി ഓൾറെഡി ഉണ്ട്, നമ്മൾ വെലോസിറ്റി നടക്കുന്നു, വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഉണ്ട് ഉണ്ടോ. വി എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസ് വേണം. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് വേണം, y വേണം, മനസ്സിലായോ? ഇത് കണ്ടുപിടിക്കണം. സോ നമ്മളാണെങ്കിൽ ഇത് 5 ആണ്, ഇത് 5/√2 ആണ്, ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ഒന്നുകിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈനോ കോസോ ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം. നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. നമുക്കതുകൊണ്ട് മായ്ക്കാം. സോ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് എക്സിൻ്റെ വാല്യൂ ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആരെ കണ്ടുപിടിക്കണം? വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഈ 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡല്ലേ വൈ എന്ന് പറയുന്നത്. സോ 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് വൈ എന്ന് പറയുന്നത്. സോ കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, 5 ആണ്. കണ്ടോ? കോസ് തീറ്റ എത്രയാണ്? അല്ലെങ്കിൽ വൈ എത്രയാണ്? വൈ വിച്ച് ഈസ് ഈക്വൽ ടു 5 കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു കോസ് തീറ്റ എത്രയാണ്? കോസ് 45 എത്രയാണ്? കോസ് 45 വിച്ച് ഈസ് ഈക്വൽ അതും 5 ഡിവൈഡ് ബൈ √2. കണ്ടോ? 1/√2 വരും. സോ 5/√2 അത്ര എന്താണ്? കിലോമീറ്റർ. സോ നമുക്ക് ആരെയും കിട്ടി? വൈൻ്റെ വാല്യൂ കിട്ടി. സോ ആരെ കിട്ടി നമുക്ക്? എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്താ കുഞ്ഞുങ്ങളെ? എക്സ് ഡിസ്റ്റൻസ് ആണ്. ആരാണ്? എക്സ് എന്ന് പറയുന്നത് രണ്ട് ബോഡികൾ തമ്മിലുള്ള അകലമാണ്. വൈ എന്താണ്? എ എന്ന ബോഡി സഞ്ചരിച്ച ദൂരമാണ്. വ്യത്യാസമുണ്ടേ, ഇത് കൺഫ്യൂഷൻ ആവരുത്. വൈ എന്താണ്? എ എന്ന ബോഡി ഇവിടെ എത്തുവാൻ ആവശ്യമായ ദൂരമാണ് വൈ എന്ന് പറയുന്നത്. എക്സ് എന്താണ്? എ എന്ന ബോഡിയും ബി എന്ന ബോഡിയും തമ്മിലുള്ള അകലമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് പകരം പറയും വൈ എത്രയാണ്? 5/√2 ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്? 10√2. സോ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഡിവൈഡ് ബൈ √2 ഇൻറ്റു 10√2. √2 2 ആയിട്ട് മാറി, വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടും 1/4 എന്ന ആൻസർ കിട്ടും അല്ലേ. അത്ര എന്താണ്? അത്രയും മണിക്കൂർ. സോ 1/4 അവേഴ്സ് കൊണ്ട് എന്ത് ചെയ്ത് എ എന്ന ബോഡി ബി എന്ന ബോഡിയിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഏർപ്പെടുത്തി. മനസ്സിലായോ? സോ ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആൻസർ കിട്ടും. പല രീതിയിലും ചെയ്യാം. ആ രീതികളിൽ ഏറ്റവും സിമ്പിളായ രീതിയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ രീതി മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നോ ഇല്ലയോ നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ആണ്ടേ. സോ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ്? ഫൈൻഡ് ദി ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് ആൻഡ് ടൈം ഫോർ ഇറ്റ്. സോ നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഇവിടെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി എന്താണ് എ എന്ന ബോഡി ഉണ്ട്. ആ എ എന്ന ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 3 മീറ്റർ/സെക്കൻഡ് ആണ്. ബി എന്ന ബോഡി ഇവിടെ നിൽപ്പുണ്ട്. അത് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്? തുടക്കത്തിൽ 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ബി എന്ന ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ/സെക്കൻഡ് ആണ്. സോ നമുക്ക് മനസ്സിലായി വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3i മീറ്റർ/സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് ബി എന്താണ്? നിങ്ങൾ പറയും സർ വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ജെ ക്യാപ്പ് ആണ്, താഴേക്ക് പോകും. എന്താണ്? മൈനസ് ജെ ക്യാപ്പ് ആണ്. സോ മൈനസ് എത്രയാണ്? 4 മീറ്റർ/4 ജെ ക്യാപ്പ് അല്ലേ, താഴേക്കല്ലേ പോയത്? ജെ ക്യാപ്പ് മീറ്റർ/സെക്കൻഡ് ആണ്. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റി ഓഫ് എയുടെയും വെലോസിറ്റി ഓഫ് ബിയുടെയും വാല്യൂ എഴുതി കഴിഞ്ഞു. നമുക്ക് എന്ത് വേണം? റിലേറ്റീവ് വെലോസിറ്റി വേണം. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. സോ സ്റ്റെപ്പ് എന്ത് വരുന്നു? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇത് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. തിരിച്ച് കണ്ടുപിടിക്കാൻ കഴിയുമോ? തിരിച്ച് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിക്കാം, ഒരു കുഴപ്പമില്ല. ആൻസറൊക്കെ അതുപോലെ തന്നെ വരും. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുമെന്ന് മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ എത്ര കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സർ അത് 3i ക്യാപ്പ് ആണെന്ന് പറയും. മൈനസ് വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? നിങ്ങൾ പറയും സർ അത് -4 ജെ ക്യാപ്പ് ആണെന്നും പറയും. ശരിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3i ക്യാപ്പ് പ്ലസ് 4 ജെ ക്യാപ്പ്. ഇതാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റി. സോ റിലേറ്റീവ് വെലോസിറ്റിയുടെ വെക്റ്റർ ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത്രയും എന്താണ്? അത്രയും മീറ്റർ/സെക്കൻഡ് അല്ലേ, മീറ്റർ/സെക്കൻഡ് ആണ്. സോ റിലേറ്റീവ് വെലോസിറ്റിയുടെ വെക്റ്റർ ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞു.
നമുക്കിനി മാഗ്നിറ്റ്യൂഡ് വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് വേണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 പ്ലസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും 5 എന്ന് കിട്ടും. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇവിടെ നമ്മൾ ആരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു? നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതുപോലെ അല്ലെങ്കിൽ വെക്ടർ ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതുപോലെ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാം റിലേറ്റീവ് വെലോസിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അത് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് വരച്ച് മനസ്സിലാക്കണം. വരയ്ക്കാം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എങ്ങോട്ട് ആക്ട് ചെയ്ത് നോക്കാം. നമുക്ക് 3i ക്യാബ് എന്ന് എന്താണ്? എക്സ് ആക്സിലേക്ക് 3i ക്യാബ് പ്ലസ് 4j ക്യാബ് ഇങ്ങോട്ട് 4j ക്യാബ്. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. സോ ആഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. എനിക്ക് കിട്ടി റിലേറ്റീവ് വെലോസിറ്റി എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. സോ ഇതിനടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് നോക്കേ, എങ്ങോട്ടാണ് റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി ഇങ്ങോട്ടാണ്. കണ്ടോ? സോ ബി നോക്കുകയാണ്. ആരാ നോക്കി കാണുന്നത്? ബി ആണ് നോക്കുന്നത്. രണ്ടാമത് ആരാണ് എഴുതിയേക്കുന്നത്? അവനാണ് നോക്കി കാണുന്നത്, അവനാണ് ഒബ്സർവർ. സോ ബി ഇവിടെ നിൽക്കുകയാണ്. ബി നോക്കുമ്പോൾ എ ഇങ്ങനെ പോവുകയാണ്. കണ്ടോ? ബി നോക്കുമ്പോൾ എ എങ്ങനെയാ പോണേ? ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് ബിയിൽ നിന്നും ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കണ്ടോ? എന്താണ്? ഇത് 90 ഡിഗ്രിയാണ് എഴുതുക. സോ നമുക്ക് വേണ്ടുന്നത് ഈ എക്സ് ആണ്. ഈ എക്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഈ ആംഗിൾ 45 ഡിഗ്രി ആണോ? ഇപ്പോൾ 45 ആണോ? അല്ല, നേരത്തെ 45 ആയിരുന്നു. കാരണം എന്താണ്? ഇത് 10 ആയിരുന്നു, ഇവിടെയും 10 ആയിരുന്നു. നേരത്തെ കണക്കിൽ ഇതും 10 ഇതും 10 കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? അല്ല, ഇത് 3ഉം ഇത് 4ഉമാണ്. സോ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്, അല്ലെങ്കിൽ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ കണ്ടുപിടിക്കാം. ഇവിടെ 3ഉം 4ഉം ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നമുക്കറിയാം 3ഉം 4ഉം ആണെങ്കിൽ അപ്പുറ സൈഡ് എന്തായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 4ന് ഓപ്പോസിറ്റ് കിടക്കുന്നത് 53 ഡിഗ്രിയാണ്, 3ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് 37 ആണ്. സോ നമുക്ക് ആംഗിൾ എല്ലാം അറിയാം. സോ നമ്മുടെ ഈ വെക്റ്റർ വെർട്ടിക്കലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? വെർട്ടിക്കലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 37 ആണ് അല്ലേ? ഈ ട്രയാംഗിൾ വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 37 ആണ്. സോ എത്രയാണിത്? 37 ആണ്. സോ ഇത് 37 ആണ്. നമ്മളുടെ ഈ വെക്റ്റർ എ ബി എന്ന വെക്റ്റർ വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് കുഞ്ഞുങ്ങളെ? 37 കണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് നമുക്കറിയാം. ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 100 മീറ്റർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 100 മീറ്റർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സിനെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡാണ് എക്സ്. സോ സൈൻ തീറ്റ സൈൻ 37 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്നൂസ്. എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്രയാണ്? 100. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 37. നോക്ക്, സൈൻ 37 എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ സൈൻ 37 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 3 ആണ്. ഹൈപ്പോട്നൂസ് എത്രയാണ്? 5 ആണ്. സോ 3/5. മനസ്സിലാവുണ്ടോ? സോ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാം, കൺഫ്യൂഷൻ ആവത്തില്ല. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 37. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 37 എത്രയാണ്? 3/5. സോ നമുക്ക് ആൻസർ കിട്ടും 60. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അത്ര എന്താണ്? 60 മീറ്റർ. സോ നമുക്കാണെങ്കിൽ ആരുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ടൈം ഫോർ ഇറ്റ്, അതിനാവശ്യമായ സമയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സമയം കണ്ടുപിടിക്കണമെങ്കിൽ ഈ എ എന്ന ബോഡി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. ഇതിൽ സഞ്ചരിച്ച ദൂരം, സോ ഇതെന്താണ്? സഞ്ചരിച്ച ദൂരം y ആണ്. സോ y കണ്ടുപിടിക്കണം. സോ y എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറയും കോസ് തീറ്റ എടുത്താൽ മതി എന്ന് പറയും. ശരിയാണോ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്നൂസ്. സോ y ഡിവൈഡ് ബൈ 100. സോ y വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എത്രയാണ് കുഞ്ഞുങ്ങളെ? തീറ്റ എത്രയാണ്? 37. സോ കോസ് 37 എത്രയാണ്? സോ 100 ഇൻറ്റു കോസ് 37 എത്രയാണ്? 4 ഡിവൈഡ് ബൈ 5. നോക്കണേ, ഇതൊക്കെ ഓൾറെഡി ആണ് നമ്മൾ ഒരു 1000 തവണ നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ 37 കോസ് 37 അല്ലെങ്കിൽ സൈൻ 53 കോസ് 53 ഒക്കെ നിങ്ങൾ മനഃപ്പാടമായിരിക്കണം.
ക്വസ്റ്റ്യൻ കണ്ടു എന്തിനാ പെട്ടെന്ന് എഴുതാൻ പറ്റണം. വീണ്ടും വീണ്ടും ട്രയാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യം വരരുത്. സോ എത്രയാണ് 4/5 വെട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക് 80 മീറ്റർ എന്ന ആൻസർ കിട്ടും. കണ്ടോ നമുക്ക് എത്ര കിട്ടി 80 മീറ്റർ. സോ 80 മീറ്റർ സഞ്ചരിച്ചു. ആര് സഞ്ചരിച്ചു? നമ്മളുടെ ഈ എ എന്ന ബോഡി 80 മീറ്റർ സഞ്ചരിച്ചു. എന്തിനു വേണ്ടി? ആ ക്ലോസസ്റ്റ് അപ്രോച്ചിന് വേണ്ടി. അങ്ങനെയെങ്കിൽ സമയം എങ്ങനെ കണ്ടുപിടിക്കും? സമയം വിച്ച് ഈസ് ഈക്വൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y ആണ്. എത്രയാണ് കുഞ്ഞുങ്ങളേത്? 80 ആണ്. വെലോസിറ്റി എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു 5 ആണ് വെലോസിറ്റി, വിച്ച് ഈസ് ഈക്വൽ നമുക്ക് കിട്ടും 16 സെക്കൻഡ്. കണ്ടോ 16 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഈ എ എന്ന ബോഡി ഈ പോയിന്റിൽ എത്തിച്ചേരും. അതായത് ക്ലോസസ്റ്റ് അപ്രോച്ച് എത്തിച്ചേർന്ന് കഴിയും. മനസ്സിലായോ? സോ വളരെ വളരെ സിമ്പിളാണ്. ആക്ച്വലി ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സോ ഈ വീഡിയോയിൽ നമ്മൾ റിലേറ്റീവ് മോഷൻ്റെ ബേസിക് കോൺസെപ്റ്റും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് ചെയ്ത് നോക്കണം, സ്വന്തമായി ചെയ്ത് പഠിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.